നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും രക്ഷയുടെയും സമാധാനത്തിന്റെയും സന്ദേശം കൈമാറുകയാണ്. നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറാണ് ക്ലോസിംഗ് ആൻഡ് സെയിൽ എങ്ങനെയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റുമായി സംസാരിക്കുന്നത്. എല്ലാവരും വളരെ ആകാംക്ഷയിലാണ്. ഞാൻ കൂടുതൽ സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആൾക്കാരൊക്കെ കയറി വരുന്നതുള്ളൂ. ആ സമയം വരെ എല്ലാവരും ഒന്ന് വരുന്നത് വരെ 2 വാക്ക് സംസാരിക്കാമെന്ന ചെറിയൊരു റിക്വസ്റ്റാണ് നിങ്ങളോട് ചെയ്യാനുള്ളത്. ബയോട്ടോറിയം നാമം എന്നുള്ളൊരു ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് 2-3 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 2-2.5 വർഷം മുമ്പ് ഈ കൺസെപ്റ്റും പ്രൊഡക്റ്റും ലഭിച്ചു. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആയുർവേദം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാനുള്ള വാക്കാണ്. വേദ എന്ന 2 വാക്കുകളാണ്. ആയുർവേദം എന്ന് പറഞ്ഞാൽ ആരോഗ്യവും, വേദം എന്ന് പറയുന്നത് ജ്ഞാനവുമാണ്. ജ്ഞാനത്തിലൂടെ ആരോഗ്യം ഉണ്ടാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആ വാക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ബയോട്ടോറിയം നൽകുന്നതും അതിക്കും മേലാണ്. ജ്ഞാനവും ആരോഗ്യവും സമ്പത്തും സന്തോഷവും ഒക്കെ നൽകുന്ന ഈ ഒരു വേദിയിൽ എത്തിപ്പെട്ട എല്ലാവരും വളരെയധികം ഭാഗ്യം ചെയ്തവരാണെന്ന ഒരു സന്ദേശം ഈ നല്ലൊരു പുലരിയിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ്. ഞാൻ പഠിച്ചത് വളർന്നൊക്കെ മലപ്പുറത്താണെങ്കിലും ജനിച്ചത് ഇരിട്ടിക്കടുത്ത് തില്ലങ്കേരിയിലാണ്. മൂത്ത മകൻ ഡയറക്ട് സെല്ലിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റൊരു കമ്പനിയിൽ നിന്നുള്ളൂ. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും കഴിയാത്ത ദൂരത്തുണ്ട്. അതിലൊരു ഗ്രേറ്റ് ലീഡറായിട്ട് പോകുന്നുണ്ട്. ഞാനും അതിൽ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ അതിനേക്കാൾ എത്രയോ മഹത്വവും പ്രാധാന്യവുമാണ് ഇത് എന്നുള്ളതിനാണ് ഈ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നത് എന്ന് കണ്ടതുകൊണ്ടാണ് ഇതിലേക്ക് മാറിയത്. നോളജ് അതാണ് എല്ലാം. നാം നിലകൊള്ളുന്ന ഈ മാസം ഒരു നോളജിക്ക് വിപ്ലവം സൃഷ്ടിച്ചൊരു മാസമാണ്. ഞാൻ അല്പം ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ വിഷമം ഉണ്ടാവില്ല എന്ന് ഓഡിയൻസിനോട് ഞാൻ സമ്മതം ചോദിക്കുകയാണ്. ഖുർആന്റെ അവതരണമാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നാമത്തിൽ നീ വായിക്കുക. അപ്പൊ വായന തുടങ്ങേണ്ടത് എങ്ങനെയെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥം. വേദങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ഒരുപാട് വേദങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും ബൈബിളും ഗീതയും ഒക്കെ നമ്മൾ വായിക്കുന്നവരാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ നാം നമ്മുടെ സൃഷ്ടിപ്പിന്റെ ആ ഒരു തലത്തിൽ നിന്ന് വായിക്കണം. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ശരിക്കൊരു ഒരു ഡോക്ടർ എങ്ങനെ മനസ്സിലാക്കണോ, ഇതിൽ സുധാകരൻ ഡോക്ടറൊക്കെ ഉണ്ട്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സന്ദർഭോചിതമായി തിരുത്തുമെന്ന പ്രതീക്ഷ തന്നെ സംസാരിക്കുന്നു. അപ്പൊ നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു വ്യക്തമായ ഒരു കൺസെപ്റ്റ് നമുക്ക് വേണം എന്ന് തന്നെയാണ് വായനയുടെ പൊരുള്. ന്യൂ ടെസ്റ്റ്മെന്റും ഓൾഡ് ടെസ്റ്റ്മെന്റും എന്ന് പറഞ്ഞാൽ നമ്മള് ഖുർആനിൽ അതിനെ ഇഞ്ചീൽ എന്ന് പറയും, സബൂർ, അങ്ങനെ 4 ഗ്രന്ഥങ്ങൾ, 116 ഉപനിഷത്തുകൾ, അങ്ങനെ എല്ലാം നാം വായിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ വായിക്കുമ്പോൾ മനുഷ്യൻ എന്ന മനനം ചെയ്യുന്നവൻ മനുഷ്യനായി തീരുകയാണ്. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഓരോരുത്തർക്കും ഓരോ ബാധ്യതകളുണ്ട്. ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ ഈ ഭൂമിയിലേക്ക് ലക്ഷോപലക്ഷം ബീജങ്ങളെ തള്ളിക്കൊണ്ട് നാം കടന്നു വന്നപ്പോൾ ദൈവത്തിന് നാം ആദ്യം സ്തുതിക്കുന്നതോടൊപ്പം മാതാപിതാക്കളോട്
നമ്മെ കെയർ ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ ചുറ്റുപാടുകൾ, ഡോക്ടറുകൾ, അങ്ങനെ ഒരുപാട് ആരോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. വളരുമ്പോൾ മാതാപിതാക്കളോടും ഗുരുക്കളോടും സമൂഹത്തോടൊക്കെ ബാധ്യതയുണ്ട്. ഈ ബാധ്യതകൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ശാന്തിയും സമാധാനം ലഭിക്കും. അറിയുക, നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കുക എന്നുള്ളത് നിങ്ങളുടെ ദൈവത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ സൃഷ്ടാവിനെ കുറിച്ച് കൂടുതൽ ബോധം ഉള്ളപ്പോഴാണ്. അലാബി ദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ് എന്ന ആ ഒരു വാക്ക്, ഇത് എല്ലാ വേദങ്ങളിലും അതുപോലുള്ള ഇതുണ്ട്. വേദങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഖുർആൻ ഇറങ്ങിയ മാസം എല്ലാ വേദങ്ങളുടെയും ലാസ്റ്റ് എഡിഷനാണ്. അപ്പൊ അത് പഠിക്കുമ്പോൾ തന്നെ ഈ ബയോമാഗ്നറ്റിക് അല്ലെങ്കിൽ ഭൂമിയെ കുറിച്ച് വളരെ വ്യക്തമായി ആധികാരികമായി അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ എല്ലാം വായിക്കാനും പഠിക്കാനും ഒരു താല്പര്യം കാണിക്കുന്ന ഒരു ആളാണ്. ഞാൻ അതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പോയി ഇരിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് NCC ക്യാമ്പിൽ പോയപ്പോൾ, കണ്ണൂർ DSC സെന്ററിൽ പോയപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ചർച്ചിൽ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു, അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഫുള്ള് കടൽക്കരയാണ്, മണലിൽ മുണ്ടുവിരിച്ച് നമസ്കരിക്കാറ്. അപ്പൊ ഞാനിത് അറിയില്ല, അടുത്ത റൂമിലാണ് ഇവരെ അമ്പലം. അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, നിസ്കരിക്കുന്നത് ഇവർ കാണാറുണ്ട്. ഞാൻ സുഹൃത്തുക്കൾ പോയപ്പോൾ, നമ്മൾ സ്റ്റുഡൻസ് ആണല്ലോ, പറഞ്ഞു നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ പോയിട്ട് വരടാ അയ്യൂബെന്ന്. അപ്പൊ എനിക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. വന്നോ, നമ്മൾ പറയുമ്പോൾ ചെയ്താ. കുപ്പായ കഴിച്ചു ഉള്ളിൽ കയറി, അതിനുള്ളിൽ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കയറിയത്. ഒരു വേള ചർച്ചിലും ഞാനൊരു സുഹൃത്തിന്റെ കൂടെ പോയി. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ അടുക്കും തോറും മനുഷ്യന് തമ്മിൽ സ്നേഹിക്കാനും ബഹുമാനിക്കുവാനാണ് അറിയുക. നമ്മുടെ ഈ ബയോട്ടോറിയം എന്ന ഈ കൺസെപ്റ്റിൽ നിന്ന് മാറിപ്പോകുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ ഗ്രേറ്റ് ലീഡർ മനോജ് സാറിൽ നിന്ന് കേൾക്കാനിരിക്കെ ഏകദേശത്തിൽ ആൾക്കാർ കയറിക്കൊണ്ടേയിരിക്കുന്നു. 101 ആൾക്കാർ ആയിക്കഴിഞ്ഞു. ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഉടനെ മനോജ് സാറിന് കൈമാറാം. ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മെ തിരിച്ചറിയാൻ, എനിക്ക് എന്നെ തിരിച്ചറിയാനുള്ള ഒരായുധമാണ് ജ്ഞാനം. ഈ ബയോട്ടോറിയം എന്ന ഈ കൺസെപ്റ്റിൽ വന്നപ്പോൾ എന്താണ് പ്രകൃതി, എന്താണ് 5 എലിമെന്റ്സ്, പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാന്നൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോടുകൂടി നമ്മുടെ കാഴ്ചയിൽ വരുന്ന മനുഷ്യർക്കൊക്കെ ആയുരാരോഗ്യവും സൗഖ്യവും താല്പര്യമുള്ളവർക്കൊക്കെ സാമ്പത്തിക ഭദ്രതയും കൊടുക്കാനുള്ളൊരു മനസ്ഥിതി വന്നു. അത് അവർക്ക് നൽകുമ്പോഴുണ്ടാകുന്ന സന്തോഷവും ആനന്ദവും ഒരു വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളെ വില്യം ജെയിംസ് ബഹിരാകാശത്ത് വന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ പോയത് 6 ദിവസം 8 ദിവസം പരിവേഷത്തിനാണ്. പക്ഷെ അവിടെ കുടുങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കേൾക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ അവസരം കിട്ടി. അത് ഫൈക്കാണോ എന്തോന്ന് അറിയില്ല. അവിടെ എന്തൊക്കെയോ മഹാത്ഭുതങ്ങൾ കണ്ടു. ഭക്ഷണം കഴിഞ്ഞു. എന്തൊക്കെയോ അവരിങ്ങനെ ചിന്താനിമഗ്നായ പോലെ വായിക്കണം എന്ന് തോന്നി. എല്ലാം വായിച്ചു. അവർക്ക് അറിയാവുന്ന ബൈബിളും ഗീതയും മറ്റെല്ലാം വായിച്ചു. അപ്പോൾ ഖുർആൻ വായിക്കാൻ അവർക്ക് തോന്നി. അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു എന്നൊക്കെ പറയുന്നു. ഇപ്പൊ റമദാന്റെ ആദ്യത്തിലാണ് അവര് ഭൂമിയിലേക്ക് വന്ന് ഇറങ്ങിയത്. റമദാൻ തുടങ്ങിയപ്പോൾ എന്തൊക്കെയോ അവിടെ നിങ്ങളെ ആൾക്കാർ ഇറങ്ങി വരുന്നവർ എന്തെല്ലോ ഒരു പ്രതീതി കണ്ടു. റമദാനിൽ പ്രത്യേകിച്ച് മലക്കുകളുടെ ആവിർഭാവം ഉണ്ടാവും. നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം, ഈ മാഗ്നറ്റ് തെറാപ്പി, മാഗ്നറ്റ് വലയം വളരെയധികം ഒരു മഹാ അത്ഭുതമാണ്. ഇവിടെ ജീവിക്കുന്നത് മനുഷ്യൻ മാത്രമല്ല, കോടിക്കണക്കിന് ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ പ്രോസസ്സ് ആവശ്യമാണ്. അതിനു പുറമെ ദൈവത്തിന്റെ സൃഷ്ടിപ്പായ മലക്കുകൾ, ജിന്നുകളൊക്കെ മനുഷ്യനെ പോലെ കുടുംബമായും നല്ലവരായും ചീത്തവരായും ഒക്കെ ജീവിക്കുന്നുണ്ട്, ജിന്നുകൾപ്പെട്ടവർ. ഇതൊക്കെ പഠിച്ചെടുക്കുന്നത് നമുക്ക് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം നൽകുന്ന ഇത്തരം വേദങ്ങളിലൂടെ അല്ലാതെ മറ്റൊരു അറിവില്ല. അറിവിന്റെ തുടക്കം തന്നെ ദൈവത്തിൽ നിന്നാണ്. അപ്പൊ മാഗ്നറ്റിക് തെറാപ്പി എന്തല്ല എന്ന് ശരിക്കും അനുഭവിച്ച ഒരാളാണ്
നമ്മുടെ ബഹിരാകാശ യാത്രിക. തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിൽ ഇത് ഉൾക്കൊള്ളിച്ച ദൈവത്തിന് സ്തുതിക്കുന്നതോടൊപ്പം ഇത് നമ്മുടെ മുമ്പിൽ എത്തിച്ച നമ്മുടെ ബഹുമാന്യനായ, വളരെയധികം നമുക്കൊക്കെ മോട്ടിവേഷനും അറിവും സമ്പത്തൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ MD മനോസ്, നമ്മളെ എന്താ സാറ് പേര്? ഡോക്ടർ സാഗർ. സംസാരത്തിൽ എന്തൊക്കെ ചിന്തിച്ചു പോയി. ഡോക്ടർ സാഗർ ജോഷിയെ എത്രമാത്രം പുകഴ്ത്തിയാലും മതിയാവില്ല. ഒരു വാക്കുണ്ട്, നിങ്ങൾ ഭൂമിയിൽ സാഷ്ടാംഗം ചെയ്യുമായിരുന്നെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സാഷ്ടാംഗം ചെയ്യണമെന്ന് കൽപ്പിക്കുമായിരുന്നു. പക്ഷെ സാഷ്ടാംഗം ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ, ഈ പ്രാപഞ്ചിക എല്ലാത്തിനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അവന്റെ മുമ്പിൽ മാത്രമേ പാടുള്ളൂ എന്ന ഒരു പഠനത്തിൽ എത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹത്തെ അങ്ങേയറ്റം വളരെയധികം നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അദ്ദേഹമാണ് ഈ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു തന്നത്. കാരണം അമേരിക്കയിൽ ഇപ്പോൾ ഇതിന്റെ എത്രയോ വർഷം പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തു, നാനോ ടെക്നോളജിയിൽ ബിരുദം നേടി. അതിന് പുറമെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നമ്മൾ കമ്പനികൾ കണ്ടിട്ടുണ്ടാവും. കമ്പനികളിൽ പല പാർട്ടുകളായിരിക്കും. ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് സ്വീകരിക്കും, സോഫ്റ്റ്വെയർ മറ്റൊരിൽ നിന്ന് സ്വീകരിക്കും. അതോടുകൂടി ഒരു ബോർഡിങ് ആണ് ഇത് നയിക്കുക. ഒരു കുറച്ച് ആൾക്കാർ കൂടുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും നയിക്കുക. പക്ഷെ ഇത് ഒന്നുമല്ല. ഭാര്യയും ഭർത്താവും മകനും എന്ത് തീരുമാനം പെട്ടെന്ന് എടുക്കാനും പെട്ടെന്ന് കൈമാറാനും പറ്റുന്നൊരു വലിയൊരു ഡയറക്ടർ സെല്ലിനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാം ഇതില് അങ്ങേയറ്റം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും അങ്ങേയറ്റം ഇതിൽ പ്രവർത്തനപരതയോടുകൂടി മുന്നേറണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട്, എന്നോടെന്ന പോലെ നിങ്ങളോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുകയാണ്. നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് മെന്റൽ മനോജ് സർ, അദ്ദേഹത്തെ ഞാൻ ആദരപൂർവം സ്നേഹപൂർവം ഒരു ജ്യേഷ്ഠനെ പോലെ ഏത് സമയവും നമ്മൾ വിളിച്ചാൽ അപ്പോൾ മറുപടി, വിളിച്ചാൽ അപ്പോൾ ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് മറുപടി തരികയും ചെയ്യുന്ന അങ്ങേയറ്റം ഒരു നല്ലൊരു ജ്യേഷ്ഠ സഹോദരനേക്കാളും അപ്പുറം ഒരു വാക്കില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ്. ജ്ഞാനത്തിന്റെയും അതുപോലെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഒക്കെ പ്രതീകമായി അദ്ദേഹത്തെ നമുക്ക് കാണാം. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല എന്ന ഒരു വാക്ക്. അറിയില്ല എന്ന് പറയുന്നിടത്താണ് അറിവിന്റെ തുടക്കം എന്ന ഒരു വലിയ അറിവാണ് നമുക്ക് നൽകുന്നത്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നിങ്ങൾ കേൾക്കൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അയ്യൂബ്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു വെരി മച്ച്. വളരെ ലളിതമായും എന്നാൽ വളരെ ചിന്തനീയവുമായ രീതിയിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അയ്യൂബ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു. എല്ലാവരുടെയും മനസ്സ് തുറക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു അത്. പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അയ്യൂബ്. അദ്ദേഹം ഒരുപക്ഷെ ആദ്യമായിട്ടാണ് നമ്മുടെ സൂമിൽ MC ചെയ്യുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത്. ഇവിടെ പലർക്കും നല്ല കഴിവുള്ള ലീഡേഴ്സ് ഉണ്ട്, അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു സബ്ജക്റ്റ് തന്നെ സംസാരിക്കാനുള്ള കഴിവുള്ള ലീഡറാണ്. ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മൂടി വെക്കാനുള്ളതല്ല, അത് പുറത്തേക്ക് എടുക്കണം. അത് സമൂഹത്തിന് ആവശ്യമുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കഴിവുകൾ എല്ലാവരും പുറത്തെടുക്കുക. അതുകൊണ്ട് ആദ്യമായിട്ടാണ് അദ്ദേഹം സ്ക്രീനിലേക്ക് വരുന്നതെങ്കിലും വളരെ നല്ല രീതിയിൽ ബാറ്റോറിയത്തെക്കുറിച്ചും ലോകത്തിലെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ തന്നെ വളരെ ലഘുവായ രീതിയിൽ ആണെങ്കിൽ പോലും വളരെ ഡീപ്പായിട്ട് സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പ്രത്യേകം നന്ദിയും ആശംസകളും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. എന്തായാലും ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന ഓരോരുത്തർക്കുമുള്ള
ഓരോരുത്തരോടുള്ള സ്നേഹവും നന്ദിയും ബഹുമാനവും ആദരവും അർപ്പിച്ചുകൊണ്ട് 1 മിനിറ്റ് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കിടക്കാം. പ്ലീസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ സുപ്രഭാതം ധന്യമാക്കാൻ വേണ്ടി ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന ഓരോരുത്തരെയും കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റ് വെച്ചിട്ടാണ് സംസാരിക്കുക. പക്ഷെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഒരു വളയമാണ്. ആ വളയത്തിൽ നിന്ന് ചിലപ്പം പുറത്തേക്ക് പോകും, അല്ലേ? എല്ലാവരും ആ വളയത്തിനുള്ളിലൊന്നും കയറി നിൽക്കാറില്ല. അങ്ങനെ ഞാനും കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുകയാണ്. ഞാൻ എപ്പോഴും അയ്യൂബ്ക്ക അവസാനം പറഞ്ഞ പോലെ എനിക്കൊന്നും അറിയില്ല എൻ്റെ രാമനാരായണ എന്ന് പറഞ്ഞ പോലെ ഞാനും ഈ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങളെപ്പോലെ വന്ന ഒരാളാണ് സുഹൃത്തുക്കളെ. അല്ലാണ്ട് ഞാൻ ഒരു വലിയ സംഭവം ഒന്നും അല്ല കേട്ടാ. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ അമിതമായിട്ടൊന്നും എൻ്റെ അടുക്കുന്ന പ്രതീക്ഷിക്കരുത്. കാരണം ഞാൻ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ തലതൊട്ടപ്പനൊന്നും അല്ല. നമ്മുടെ വിനോദ് സാറിനെ പോലെ വലിയ കമ്പനികളൊക്കെ ചെയ്ത് അടിപൊളി ട്രെയിനിങ് ഒക്കെ എടുത്ത്, ഇല്ലേ, മനസ്സിലായി, 100 കോടീശ്വരന്മാരെയൊക്കെ സൃഷ്ടിച്ച് പല വലിയ ട്രെയിനേഴ്സിന്റെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ തിളങ്ങി വന്ന മണിമുത്തൊന്നുമല്ല ഞാനൊരു സാധാരണക്കാരനാണ്. നമ്മുടേതായ രീതിയിലുള്ള അറിവുകൾ വെച്ചുകൊണ്ട് ടീമിനെ ബിൽഡ് ചെയ്ത് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഇവിടെ അറിയിക്കാനുള്ളത്. അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ സബ്ജക്ട് സെയിൽസ് ക്ലോസിംഗ് ആണ്. സെയിൽസ്, അല്ലെ? എന്താണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മുഴുവൻ സെയിൽസ് ആണ്, ആണോ അല്ലയോ? അല്ലെ? വിൽപ്പനയാണ് ലോകത്ത്. എല്ലാ കാര്യങ്ങളും വിൽക്കുകയാണ്. വിൽപ്പന ഇല്ലാത്ത വല്ലതും ഉണ്ടോ ഇവിടെ? എല്ലാം വിൽപ്പനക്ക് വെച്ചിരിക്കുക. അച്ഛനും അമ്മയും ഒഴികെ ഇപ്പൊ അതും കിട്ടുന്നുണ്ട്. സ്കൂളിലേക്ക് കുട്ടികൾക്ക് പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി അച്ഛനും അമ്മേനും വാങ്ങിക്കൊണ്ടു പോകാൻ പോലും സാധിക്കുന്നുണ്ട്, ഇല്ലേ? നമ്മുടെ കാലത്തൊന്നും അത് നടക്കില്ലായിരുന്നു. അപ്പോ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും, വിൽപ്പനക്കുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. എന്നാൽ ഈ വിൽപ്പന എന്നുള്ളത്, സെയിൽസ് എന്നുള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു തൊഴിലാണോ, ഒരു ജോബാണോ, ഒരു പ്രൊഫഷനാണോ? ആണോ? ഒന്ന് ചിന്തിക്കുക എല്ലാവരും. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലേ? ഇപ്പൊ സുനിൽകുമാർ സാറിന്റെ മകനെ യൂറോപ്പിലേക്ക് വിട്ടു, അല്ലേ? ഞാൻ എക്സാമ്പിൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം സംഭവിച്ചുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിച്ചതാ. നമ്മളെ കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് നീ നല്ലൊരു സെയിൽസ്മാൻ ആകാനാണോ പഠിപ്പിക്കുന്നത്? അല്ല, എല്ലാവരും പഠിപ്പിക്കുന്നത് നല്ലൊരു വൈറ്റ് കോളർ ജോബിന് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. കറക്റ്റ് ആണല്ലോ? സെയിൽസ്മാൻ ആകാൻ ആരും വിടില്ല. ഈ സെയിൽസ്മാൻ എന്ന് പറയുന്ന പോലെ ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുക, ഇല്ലേ? അതുപോലെ തന്നെ നല്ലൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ പാലാ ബ്രില്യനിലേക്ക് അടിയാണ് എൻട്രൻസിന്, ഇല്ലേ? അവിടെ കുട്ടികളെ ചേർക്കാൻ വേണ്ടിയിട്ട് ഇടിയാണ് അവിടെയൊക്കെ. എന്നാ സെയിൽസിലേക്ക് വിട്ടാ പോരെ? എന്തുകൊണ്ടാണ് ആളുകൾ സെയിൽസ് ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാത്തത്? സെയിൽസിൽ വിജയിക്കാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാ? ആലോചിക്കണം നമ്മൾ. അവിടെയാണ് നമുക്ക് സെയിൽസിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് 1000 കോടീശ്വരന്മാരെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ സെയിൽസ് മേഖലയിലൂടെ ആയിരിക്കും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം, ഒരു ഉപാധിയാണ് സെയിൽസ് എന്ന് പറയുന്നത്, മറ്റ് ഏത് പ്രൊഫഷനേക്കാളും. യെസ് ഓർ നോ? ഒന്ന് എല്ലാവരും ചാറ്റ് ബോക്സ് തുറന്നിട്ട് അടിക്കുക. നോ ആണെങ്കിൽ നോ അടിച്ചോളൂ എല്ലാവരും. മനസ്സിലായ? നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സെയിൽസ് ഉള്ളവരാണ് ലോകത്തിലെ കോടീശ്വരന്മാരുടെ പട്ടിക എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകുക അതിനകത്ത്, അല്ലേ? ഇപ്പൊ അവസാനത്തെ ഇപ്പോഴുള്ള കോടീശ്വരൻ ആരാണ്? നമ്മുടെ മാസ്ക്, അല്ലേ? എലോൺ മാസ്ക്. അദ്ദേഹവും കച്ചവടമാണ് ചെയ്യുന്നത്, അല്ലേ? അതിനു മുമ്പേ ഉണ്ടായിരുന്ന ആമസോണിന്റെ MD ജെഫ് ബിസൂസ് നല്ലൊരു കച്ചവടക്കാരനാണ്, അല്ലേ? അദ്ദേഹം കച്ചവടം ചെയ്യുന്നു. ഒരു ഉൽപ്പന്നവും ഇല്ലാതെ കച്ചവടം ചെയ്യുന്ന അതിബുദ്ധിമാനാണ് അദ്ദേഹം. ഒരു ഓഫീസും വേണ്ട, ഒരു ഉൽപ്പന്നവും വേണ്ട, ഒന്നും ഉണ്ട്. മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് കച്ചവടം ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെയാണ് ലോകത്തിലെ നമ്പർ 1 കോടീശ്വരനായി മാറാൻ വേണ്ടിയിട്ട് ജെഫ് ബിസൂസിന് ആമസോണിലൂടെ സാധിച്ചത്. അതൊരു സുപ്രഭാതത്തിൽ സാധിച്ചതല്ല. ആമസോണിന്റെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയും, തുടക്കത്തിൽ എത്രയോ വർഷം അദ്ദേഹം ഇഴഞ്ഞാണ് നീങ്ങിയത്.
കൂട്ടേണ്ടി വരുമോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് ആമസോണിന്റെ MD. പക്ഷെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തിലെ നമ്പർ 1 കോടീശ്വരനായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സെയിൽസിലൂടെയാണ്. അദ്ദേഹം വിൽപ്പനക്ക് പോയതല്ല, അദ്ദേഹം ഒരു സിസ്റ്റം ഉണ്ടാക്കി പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും ചരിത്രം നിങ്ങൾ പരിശോധിച്ചോ. നമ്മളെ കേരളത്തിന്റെ അഭിമാനമായ യൂസഫ് അലി സാർ അല്ലേ, അദ്ദേഹവും ഇന്ന് എങ്ങനെയാ? സെയിൽസിലൂടെയാണ്. അദ്ദേഹം വലിയ ബ്യൂറോക്രാറ്റ് ആണോ? ഉദ്യോഗസ്ഥനാണോ? അല്ല, സെയിൽസ് ആണ്. അദ്ദേഹവും സെയിൽസിലൂടെയാണ് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു ബിസിനസ്സുകാരനായ. അദ്ദേഹത്തിന്റെ സെയിൽസ് രീതി വേറൊരു മോഡലാണ്, അത് വേറൊരു മോഡലാണ്. അങ്ങനെ പല പല രീതിയിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ മെത്തേഡ് സ്വീകരിച്ചുകൊണ്ട് ആരൊക്കെയാണോ സെയിൽസിനെ ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും എന്ന് ആദ്യം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. മനസ്സിലായ? അല്ലാണ്ട് നമ്മൾ സാധനം വിൽക്കാൻ പോകുന്ന സെയിൽസിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അപായട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് വിൽക്കുന്ന കഥയല്ല ഞാൻ ഈ പറയുന്നത്. ക്ലിയർ ആയ ഞാൻ പറഞ്ഞ പോയിന്റ്? ആദ്യം നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. സെയിൽസിലൂടെ എനിക്ക് കോടീശ്വരനാകാൻ വേണ്ടി സാധിക്കും, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ എന്ത് പഠിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എൻ്റെ സ്കൂളിൽ 2ാം റാങ്ക് ആയിരുന്നു എനിക്ക്. 2 മാർക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ മത്സരിച്ച് പഠിച്ചതാ. ഫസ്റ്റ് റാങ്ക് കിട്ടിയവൻ വെറ്റിനറി ഡോക്ടറാണ്. ഞാൻ പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി നമ്മുടെ ജീവിതം വേറൊരു വഴിക്ക് പ്രകൃതി തിരിച്ചു വിട്ടു. പക്ഷെ അതേ പ്രകൃതി നമുക്ക് എന്ത് ചെയ്തു? അവസരം തരും. അവസരം തന്നപ്പോൾ ഞാൻ പണ്ട് മുതലേ സെയിൽസിൽ എനിക്ക് വളരെ താല്പര്യമായിരുന്നു. എല്ലാം സാമ്പത്തികമായി തകർന്നപ്പോഴും ഞാൻ സെയിൽസ് മേഖലയാണ് തിരഞ്ഞെടുത്തത്. എനിക്കറിയാം വിജയിക്കണമെങ്കിൽ സെയിൽസ് മതിയെന്ന്. 4 മണിക്കൂർ കൊണ്ട് അല്ലേ 1500 2000 രൂപ ഉണ്ടാക്കിയ ആളാണ് ഞാൻ സെയിൽസിലൂടെ. അത് ഡയറക്റ്റ് സെയിലാണ്, ഡയറക്റ്റ് സെയിലിംഗ് അല്ലാതെ. അപ്പോ അവിടുന്ന് മുതൽ എനിക്കറിയാം സെയിൽസിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് സെയിൽസിനെ നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മളൊന്ന് സ്നേഹിക്കണം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞേ? സ്നേഹം കൊടുക്കണം. അതിനെ നിങ്ങൾക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി സാധിക്കും. ഇതിവിടെ മുഴുവൻ ചെയ്യുന്ന ആർക്കോ വേണ്ടിയാണ് ചെയ്യുന്നത്. ഒരു അപ്ലൈൻ വന്നു, നിങ്ങളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു, പിന്നെ അയാൾ നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് അവിടെ വീട്ടിലിരുത്തി 2 ആളുടെ പേരെഴുതിച്ച് അവരെ വിളിച്ചോ ഇവരെ വിളിച്ചോ വാ വൂ എന്നൊക്കെ പറഞ്ഞ് കൂട്ടി നടന്നിട്ട് അവർക്കോ വേണ്ടി നിങ്ങൾ ഇങ്ങനെ സെയിൽസ് എടുത്താൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് സെയിൽസ് എടുക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ഇപ്പൊ അലീക്കട നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഗീതാപ്രകാശ് ലിസ്റ്റ് ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ സലീംക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വാ പോവാ എന്ന് പറഞ്ഞാൽ ഒന്നും സെയിൽസ് നടക്കില്ല. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ സ്വയം ഇതിനെ ഒന്ന് ചേർത്ത് ഹൃദയത്തോട് പിടിക്കണം. സെയിൽസിലൂടെ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആദ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. റെഡിയല്ലേ? എന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ. എനിക്ക് ഈ പ്രൊഡക്റ്റും പ്രൊജക്റ്റും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രൊഡക്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമല്ല, അത്യാവശ്യമായ ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് ഇതിലൂടെ നമുക്ക് ഇത് ഏറ്റെടുത്താൽ വിജയിക്കാൻ സാധിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് വരണം, ഒരു ആത്മവിശ്വാസം ആദ്യം ഉണ്ടാകണം. ഫസ്റ്റ് വേണ്ട അതാണ്, സ്വയം ആത്മവിശ്വാസം ഉണ്ടാകണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ആത്മവിശ്വാസത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്ന് മുഴുവൻ പറഞ്ഞാൽ തീരൂല. മനസ്സിലായ? കോൺഫിഡൻസ്, സ്വന്തം ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഒരു പലർക്കും സ്വയം കോൺഫിഡൻസ് ഇല്ല. മക്കളോട് ചോദിക്കട്ടെ, ഭാര്യയോട് ചോദിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് ചില ആൾക്കാർ. മക്കളും ഭാര്യയാണ് നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് ഗുളിക രൂപത്തിൽ തരേണ്ടത്. നമ്മൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അപ്പൊ കോൺഫിഡൻസ് ഫസ്റ്റ് മസ്റ്റ് ആണ്. നമ്മളിലുള്ള വിശ്വാസം ആദ്യം വേണം. എനിക്ക് സാധിക്കുന്ന ഒരു വിശ്വാസം ആദ്യം ഉണ്ടാകണം, എന്നാലേ സെയിൽസ് എടുക്കാൻ പറ്റുള്ളൂ. ചില പറയുന്നത് അപ്ലൈൻ വന്നാലേ നടക്കുള്ളൂ കേട്ടോ, ഞാൻ പോയ ഒന്നും നടക്കൂല, നിങ്ങൾ വാ ഇല്ലേ പറയാറില്ല നമ്മള്. നിങ്ങളും കൂടെ വന്നാൽ കച്ചവടം ഉറപ്പായി, എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ ഒന്നും നടക്കൂല. കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായ? ഞാൻ എൻ്റെ ഈ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ അപ്ലൈനെ ഞാൻ ഇതുവരെയും എവിടെയും വിളിച്ചു കൊണ്ടുപോയിട്ടില്ല. അദ്ദേഹത്തിനെ കുറ്റം പറയുന്നല്ല കേട്ടാ, ഞാൻ എൻ്റെ അടുത്ത സുഹൃത്താണ്, ഇന്നലെ വരെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ എന്താ വിളിച്ചുകൊണ്ടുപോകാതിരുന്നത്? അദ്ദേഹത്തിന് കഴിവില്ലാത്തതുകൊണ്ടല്ല, ഞാൻ വിളിച്ചുകൊണ്ടാകണ്ടിരുന്നത് എൻ്റെ സെയിൽസ് ഞാൻ എടുക്കണം. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈനെ വിളിക്കണ്ടെന്നല്ല കേട്ടോ, വിളിച്ചോളണം എല്ലാവരും. അവർ വെറുതെ അങ്ങനെ ഇരിക്കണ്ട, അപ്ലൈനെ വിളിച്ചോ കേട്ടില്ലേ? ഞാൻ പറയുന്നതല്ല. ഇത് കേട്ടിട്ട് ഇനി ആരും അപ്ലൈന്മാരൊന്നും പോവാതിരിക്കണ്ട കേട്ടാ. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് 100% വിജയിക്കണമെങ്കിൽ നമുക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങണം. ഞാൻ എൻ്റെ ഒരു അപ്ലൈനും ഇല്ലാതെ എൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കണം, ആദ്യം നോളജ് എടുക്കണം നമുക്ക്, അല്ലേ?
നമുക്ക് ഫീൽഡിലേക്ക് ഇറങ്ങണം, നോളജ് ഉണ്ടാവണം. നോളജിനെ കുറിച്ച് നമുക്ക് അറിയാം. നോളജ് ഇവിടെ എല്ലാ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് നോളജ് ഉണ്ട് ഇല്ലേ, കമ്പനിയെ കുറിച്ചുള്ള നോളജ് ഉണ്ട്, പ്ലാനിനെ കുറിച്ചുള്ള നോളജ് തരുന്നുണ്ട്, ഈ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള നോളജ് തരുന്നില്ലേ? ഇനിയോ 1-to-1 കൊടുക്കാനുള്ള നോളജ് തരുന്നുണ്ട്. ഒരാളോട് എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കാൻ പാടില്ല എന്നുള്ള നോളജ് നമുക്ക് തരുന്നുണ്ട് ഇല്ലേ? ഇതെല്ലാം ഇവിടെ കിട്ടിയാലും നമുക്ക് സ്വയം ഇറങ്ങാനുള്ള ഒരു എന്താ പറയാ, ഒരു താല്പര്യം ഉണ്ടാകണം നമുക്ക്. അപ്പോഴേ നമുക്ക് സെയിൽസ് എല്ലാം വരുള്ളൂ. ആദ്യം സ്വന്തം വിശ്വാസം, ആത്മവിശ്വാസം ഉണ്ടാകണം, കമ്പനിയിലുള്ള വിശ്വാസം ഉണ്ടാകണം, പ്രൊഡക്റ്റിലുള്ള വിശ്വാസം ഉണ്ടാകണം, ഇൻകം പ്ലാനിലുള്ള വിശ്വാസം ഉണ്ടാകണം, അതേപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിലുള്ള വിശ്വാസം ഉണ്ടാകണം. ഇത് തട്ടിപ്പല്ലേ വെട്ടിപ്പല്ലേ നീ പെട്ടില്ലേ എന്ന് ഇപ്പോഴും ചോദിക്കും. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കോ. ഇപ്പോഴും കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, മനസ്സിലായ മനോജൊക്കെ എന്തിനാ ഇങ്ങനത്തെയൊക്കെ കമ്പനിയൊക്കെ ചെയ്തു, വേറെ ബിസിനസ് ചെയ്തുകൂടെ, മറ്റത് ചെയ്തുകൂടെ, ഇത് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. ബിസിനസ് ചെയ്യേണ്ടതല്ല പറഞ്ഞു, ബിസിനസ് ചെയ്യാം. പണം ഉണ്ടെങ്കിൽ നമുക്ക് പല ബിസിനസ്സും ഇതിന്റെ കൂടെ സൈഡായിട്ട് ചെയ്യാം. ഞാനും പലതും ചെയ്യുന്നുണ്ട്, മനസ്സിലായ? അതിപ്പോ എല്ലാം ഇപ്പൊ വ്യക്തമാക്കാൻ പറ്റൂലല്ലോ, അതൊക്കെ പിന്നീട് നമുക്ക് വ്യക്തമാക്കാം. അപ്പോ കഴിഞ്ഞ ദിവസം വിനോദ് സാറ് പറഞ്ഞതൊക്കെ പല രീതിയിലുള്ള പണം നമുക്ക് എത്തിക്കാനുള്ള പല സോഴ്സുകളുണ്ട് നമുക്ക് അല്ലെ, സോഴ്സ് ഓഫ് ഇൻകം. പല ടൈപ്പിൽ ഇൻകം ഉണ്ടാക്കാം. പണം ഉണ്ടായാൽ പണം നമുക്ക് വേണ്ടി പണിയെടുത്തോളുന്ന്. ഇപ്പൊ നമ്മൾ പണത്തിന് വേണ്ടിയാ പണിയെടുക്കണത് അല്ലേ? എങ്ങനെയെങ്കിലും ഒരു ഫാമിലി ബോണസ് കിട്ടുമെന്ന് അല്ലേ? അപ്പോ പണം ഉണ്ടാക്കിയ പണം നമ്മൾക്ക് വേണ്ടി പണി ചെയ്യും. പോയി ആ പണി ചെയ്തിട്ട് വാന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്നാൽ മതി. ഈ പണി ചെയ്തിട്ട് പോകാന്ന് പറയാ, കുറച്ച് പണം അവിടെ കൊടുക്കുക, ആ പണം അവിടെ പണിയെടുക്കും. മനസ്സിലായ? ആ പണം അവിടെ പോയി പണിയെടുക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും? ആ പണത്തിന് ഇങ്ങോട്ട് എടുക്കും അവിടുന്ന്. എന്നിട്ട് പണിയെടുക്കുന്ന സ്ഥലമുണ്ട്, നീ അവിടെ പണിയെടുത്താൽ ശരിയാവില്ല, നീ ഇവിടെ പണിയെടുക്കുന്ന പറഞ്ഞിട്ട് ആ പണത്തിന് അവിടുന്ന് വിഡ്രോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പണിയെടുക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ കൂടുതൽ എന്ത് കിട്ടും? അവിടെ ഇൻകം ജനറേറ്റ് ചെയ്യും. ശരിയല്ലേ? അതാണ് പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു അവസരത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസിനെ നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇതെന്റേതാണെന്നുള്ള രീതിയിൽ ഏറ്റെടുക്കാൻ വേണ്ടി മാനസികമായിട്ട് ആദ്യം തയ്യാറാകുക എന്നുള്ളതാണ് ഒരു ഡയറക്ട് സെല്ലറുടെ, ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഉത്തരവാദിത്തം എന്ന് പറയും. ക്ലിയർ ആയോ? എന്നാലേ സെയിൽസ് നടക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. അപ്പൊ ഇവിടെ നമ്മളെ ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഒറ്റക്കല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ സഹായിക്കാനും അല്ലെ, എല്ലാത്തിനും അപ്ലൈൻ ലീഡേഴ്സ് ഉണ്ടാവും. വേറെ ഒരു സെയിൽസ് മേഖലയിലും ആരും ഉണ്ടാവില്ല. നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയ തൊട്ടടുത്ത കച്ചവടക്കാരൊക്കെ ആദ്യം ഉദ്ഘാടനത്തിനൊക്കെ ഭയങ്കര സന്തോഷത്തിൽ വരും ഇല്ലേ? 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവൻ മിണ്ടൂല, മനസ്സിലായ? മുഖത്തോട് മുഖം നോക്കിയാലും മിണ്ടില്ല. അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും. അയാൾ തുടങ്ങി അതേ ഒരു ചെരുപ്പ് കട നിങ്ങൾ കുറച്ചപ്പുറത്ത് മാറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മിണ്ടി തുടങ്ങാൻ തന്നെ സമ്മതിക്കില്ല. നിങ്ങൾ ആദ്യം ഒരു കട തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കിക്കോളൂ. അതൊന്നും തുടങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ, ഭയങ്കര നഷ്ടമാണെന്നേ പറയുള്ളൂ അല്ലേ? പഴയ കാലത്ത് ഗൾഫ് കൊണ്ടുപോകുമ്പോൾ അവിടെ വന്നിട്ട് കാര്യം, അവിടെ ഭയങ്കര ചൂടാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണെന്ന് പറയാം. ഒരാൾക്ക് ഒരു വിസ കൊടുക്കാത്ത എത്രയോ ആളുകളുണ്ട് ഇല്ലേ? എന്നാല് ചില ആളുകൾ ബന്ധുക്കൾക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് മനുഷ്യ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ സെയിൽസിലേക്ക് കടന്നിട്ട് നമുക്ക് അതിനകത്ത് വിജയിക്കണമെങ്കിൽ, അതിൽ നമ്പർ 1 താരമായി മാറണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇതിനെ ലവ് ചെയ്യുക എന്നുള്ളതാണ്, സ്നേഹിക്കുക എന്നുള്ളതാണ്, ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരും ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ? നമ്മൾ എന്തായാലും സെയിൽസ് ചെയ്യാൻ വന്നിരിക്കുക. എല്ലാവരും വളരെയായിട്ട് ഇനി ഇഷ്ടപ്പെടണം സെയിൽസിനെ. എന്നിട്ടോ നമ്മൾ സെയിൽസിന് പോകുമ്പോൾ, സെയിൽസ് നടക്കണമെങ്കിൽ വീട്ടിനകത്ത് ഇരുന്നാൽ സെയിൽസ് നടക്കില്ല. ആദ്യം ചിന്തിക്കേണ്ട കാര്യം അതാണ്. വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ, കംഫർട്ട് സോൺ എന്ന് പറയുന്നത്, കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ആർക്കൊക്കെ പറ്റുമോ അവർക്ക് ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. വാചകടിക്കൊന്നും ഇവിടെ ഒരു കാര്യമില്ല കേട്ടോ. വെയിൽ കൊള്ളണം, മഴ കൊള്ളണം, നനയണം, വിയർക്കണം, ബസ്സിൽ പോകണം, ട്രെയിനിൽ പോകണം, നിൽക്കണം, സീറ്റ് കിട്ടൂല, അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? കാറുള്ളവന് കാറിലും പോകാം, പെട്രോൾ അടിക്കണം, കാശ് മുടക്കാനൊക്കെ ഭയങ്കര മടി ആളുകൾക്ക്, മനസ്സിലായ? അപ്പൊ എല്ലാം ചെയ്യണം. ഇതൊക്കെ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് സൂപ്പർ താരങ്ങളാവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും. ഓക്കെ, ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ മാറാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടാ. ആർക്കും വിഷമം തോന്നരുത് പ്ലീസ്.
ഇതെല്ലാം അനുഭവിക്കാൻ തയ്യാറാകണം. അങ്ങനെ ഞാൻ എല്ലാം അനുഭവിച്ചത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ഈ ഇൻഡസ്ട്രിയിൽ 10 മാസം കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് സേവ്യർ സാറിനെ പോലെ തന്നെ എനിക്കും ഞങ്ങൾക്ക് രണ്ടാൾക്കും 1 year അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺഫിഡൻസ് എന്ന് വന്നതാണ്. അതുപോലെ പ്രവർത്തിക്കണം. കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് ഇറങ്ങണം. വീട് വിട്ട് ചിലപ്പോൾ ഒരാഴ്ചയോ 10 ദിവസമൊക്കെ നിൽക്കേണ്ടി വരും. മനസ്സിലായ? അപ്പോഴേ സെയിൽസിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ക്ലിയർ? അപ്പൊ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ നിങ്ങൾ പുറത്തേക്ക് പോയിക്കൊള്ളണം. എന്നിട്ട് മറ്റുള്ളവരുടെ ഡോറിന്റെ മുമ്പിലായിരിക്കണം നിങ്ങൾ ഉണ്ടാകേണ്ടത്. ഒരു സംശയം വേണ്ട. അതിനൊന്നും മടിയുണ്ടായാൽ സെയിൽസിൽ വിജയിക്കാൻ പറ്റുള്ള. ക്ലിയർ ആയല്ലോ? അങ്ങനെ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതായ ചില ഗുണഗണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് കോമൺ ആണ്. ഇത് വയട്ടോറിയായിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമല്ല. കോമൺ. ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ അല്ലെ എങ്ങനെ വിജയിക്കാൻ വേണ്ടി സാധിക്കും. നമ്മളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഫുൾ പവറിൽ ഇറങ്ങി ഇല്ലേ, നമ്മൾ സ്നേഹത്തോട് വളർന്നു, ഇതിനെ ഇഷ്ടപ്പെട്ടു, കോൺഫിഡൻസ് നമുക്കുണ്ട്, ആത്മവിശ്വാസം നമ്മളിലുണ്ട് ഇല്ലേ, ഇതിലൂടെ എനിക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും മേന്മയുള്ള ഇല്ലേ നമ്പർ 1 ബെസ്റ്റ് തൊഴിലാണ് എന്ത്? സെയിൽസ്. അതിൽ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെയാണ് നമ്മൾ സെയിൽ നടത്തുന്നത്. അത് വേറൊരു മഹത്വമാണ്. മനസ്സിലായ? ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെയുള്ള സെയിൽസ് എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ നമ്പർ 1 ആണെന്ന് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസോട് കൂടി ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ അങ്ങ് പുറത്തേക്ക് ഇറങ്ങും. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടായിരിക്കുമല്ലോ പോവാ. അതറിയാലോ. അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല. ഇന്ന് തീരൂല ഇത് സമുദ്രം. അപ്പോ പോയി കഴിഞ്ഞിട്ട് കസ്റ്റമറെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? കോളിംഗ് ബെല്ലടിക്കണം. എത്ര ബെല്ലടിക്കണം? അയാൾ വരുന്നവരെ ബെല്ലടിക്കരുത്. ഒരു ബെല്ല് മാത്രമേ അടിക്കാൻ പാടുള്ളൂ. ഒരു ബെല്ലടിച്ചിട്ട് അവിടെ നമ്മൾ ശാന്തനായിട്ട് നിൽക്കണം. പിന്നെ അവിടെ ഇരുന്നിട്ട് കുറെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾ ആളുണ്ടായിപ്പോന്ന് തോന്നുന്നു കേട്ടാ, ഇയാൾ തുറക്കൂല, ആളുണ്ടാവും അകത്ത്. ഇങ്ങനെയൊന്നും പറയരുത് പ്ലീസ്. ചിലപ്പോൾ അയാൾ തുറന്നു വരുമ്പോൾ ഇതായിരിക്കും കേൾക്കുന്നത്. അതിനോടെ നിങ്ങളുടെ കച്ചവടവും പൊട്ടി, നിങ്ങളുടെ ഇമേജും പോയി, നിങ്ങളെ കൊണ്ടുപോയ ആളുടെ ഇമേജും പോയി, എല്ലാം പോകും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ചില ആളുകൾ ആവശ്യമില്ലാത്ത എന്താ പറയാ നോൺസെൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും മിണ്ടരുത് ദയവ് ചെയ്ത്. ഒരു വീട്ടിന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആ പോകുന്ന കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എടുക്കണം. നമ്മൾ ആരെയാണ് കാണാൻ പോകുന്നത്. നിങ്ങളൊരു അപ്ലൈൻ, നിങ്ങളൊരു അസോസിയേറ്റ്സ് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ആ അസോസിയേറ്റ്സിനോട് ചോദിക്കണം. ഞാൻ എല്ലാവരോടും ചോദിക്കും, ആരുടെത്തേക്കാ പോകുന്നത് ഇന്നാള്, അയാൾക്ക് എന്താ ജോലി എന്നതാണ്, അയാൾ എന്താണ് പരിപാടി, എന്താണ് അയാൾ ഉദ്ദേശം, അയാൾ പ്രൊഡക്റ്റ് മാത്രം എടുക്കുന്ന ആളാണോ, ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അവിടെ ചെത്തിയിട്ട് എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കും. ചിലപ്പോൾ കുട്ടികളില്ലാത്തവരായിരിക്കും ഇല്ലേ. അപ്പൊ അവർക്ക് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, കൃത്യമായിട്ടുള്ള ബയോഡാറ്റ എടുത്തിട്ട് വേണം അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്. അയാൾക്ക് വല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, മനസ്സിലായ? അതെന്നെ ഒരു 10 മിനിറ്റ് വേണം ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി. ആ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ് അതെല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ട് വേണം അവിടെ ചെല്ലാൻ വേണ്ടി. അങ്ങനെ കോളിംഗ് ബെല്ലടിച്ച് കുറച്ചു നേരം നിൽക്കണം അവിടെ. ചിലപ്പോൾ ആൾ വരുന്നില്ലേ, കുറെ കഴിഞ്ഞിട്ട് വരുന്നില്ലെങ്കിൽ ഒരു കോളിംഗ് ബെല്ലും കൂടി അടിക്കാം. അപ്പൊ അവർ വരുന്നത് വരെ അവിടെ നിന്ന് കോളിംഗ് ബെല്ലടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അകത്തേക്ക് കയറും. കോളിംഗ് ബെല്ലടിച്ച് അവിടുത്തെ ഗൃഹനാഥൻ വന്നു, അല്ലെങ്കിൽ നമുക്ക് കാണേണ്ട വ്യക്തി വന്നു എന്ന് വിചാരിക്കാം. അല്ലെ അദ്ദേഹമാണ് കിങ്. ചില ആൾ നമ്മളാണ് രാജാവ്, മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അയാളെ കാണുമ്പോൾ. അയാളെ മനസ്സിലായ? നമ്മൾ 10 ലക്ഷമൊക്കെ കിട്ടിയ ലീഡർ അല്ലേ. അപ്പൊ നമ്മൾ ഭയങ്കര ഗമയിൽ നിൽക്കണ്ടേ? ഒരു ഗമയും വേണ്ട എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ നമ്മൾ പറയും ഇല്ലേ. ചിരിയാണ് അതിന്റെ മരുന്ന് എന്നുള്ളത്. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്മൈൽ പ്ലീസ്. മനസ്സിലായ? മസിൽ പിടിച്ച് നിൽക്കണ്ട. 10 ലക്ഷം കിട്ടിയ ലീഡറാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് നിൽക്കും ചില ആൾക്കാർ. പ്ലീസ് ഒരു ചിരിക്കുക എന്നുള്ളത്. ആദ്യം ചിരിയിലൂടെയാണ് അദ്ദേഹത്തെ നമ്മൾ കീഴടക്കേണ്ടത്. ചിരിയിലൂടെ കീഴടക്കാൻ പറ്റാത്ത ഒരാളും ലോകത്തില്ല എന്നുള്ളതാണ്. മനസ്സിലായ? അപ്പോൾ ചെരുപ്പൊക്കെ അവിടെ കൃത്യമായി അഴിച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് കയറി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? കുട്ടികളാണ് അല്ലെ. കുട്ടികൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും. നമ്മളൊരു സാധനം കൊടുത്താൽ അപ്പൊ കുട്ടികൾ ചിരിക്കും അല്ലെ. കുട്ടി വീണു എന്ന് വിചാരിക്കാം, അപ്പൊ കരയും. കരഞ്ഞു കഴിയുമ്പോൾ സാധനം ഒരു കുലുക്കുന്ന സാധനം എടുത്ത്, ഇപ്പൊ കുലിക്കുന്ന സാധനമൊന്നുമില്ല, ഇപ്പൊ മൊബൈലാണല്ലേ. കൊല്ലുന്ന സാധനം കുട്ടികൾക്ക് കൊടുക്കുന്നത്. പണ്ടിങ്ങനെ കിലിക്കണൊക്കെ സാധനം ഉണ്ടായിരുന്നു. ഉത്സവപ്പറമ്പിലൊക്കെ ഇഷ്ടംപോലെ കച്ചവടം. ഇപ്പൊ അവർക്കൊന്നും കച്ചവടവും ഇല്ല. അതുകൊണ്ട് ഈ കൊല്ലുന്ന സാധനം എടുത്ത് കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം, മൊബൈൽ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടി ചിരിക്കും വിത്തിൻ സെക്കൻഡ്സ് അല്ലെ. അപ്പോ ഒരു ചിരി എന്ന് പറഞ്ഞത് 1 മണിക്കൂർ സംസാരിക്കുന്നതിനേക്കാൾ എഫക്റ്റീവാണ് ഒരു പുഞ്ചിരി എന്ന് പറയുന്നത്. ക്ലിയർ ആയ ഞാൻ പറഞ്ഞ പോയിന്റ്? നിങ്ങൾ 1 മണിക്കൂർ സംസാരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ എഫക്റ്റീവാണ് ഒരു പുഞ്ചിരി. ഓക്കെ. അപ്പൊ നന്നായിട്ടൊന്ന് ചിരിക്കെല്ലാവരും. ഒരു കസ്റ്റമർ അടുത്താണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളത് എല്ലാവരും മുഖമൊക്കെ ഉറപ്പിച്ചിരിക്കുക. ഗീതാ മേഡമൊക്കെ
എന്തിനാ എന്നോട് ദേഷ്യമുണ്ടോ? അപ്പോ നല്ലൊരു ചിരി പാസ്സാക്കിയ വന്ന എല്ലാവരും. ഒന്ന് ചിരിക്കട്ടെ. പലരും ചിരിക്കുന്ന കാണുന്നില്ലല്ലോ ഞാൻ പറയുമ്പോൾ. ഞാൻ കുറെ ആളെ സ്ക്രീനിൽ കാണുന്നുണ്ട്, ആരും ചിരിച്ചിട്ടില്ല. കുറച്ചുപേരൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടാ. അലിക്കൊക്കെ നല്ല അടിപൊളി ചിരിയാണ്. അപ്പൊ നന്നായിട്ടൊന്ന് ചിരിക്കാനെങ്കിലും പഠിക്കൂ പ്ലീസ്. അപ്പൊ 1 മണിക്കൂർ സംസാരിക്കുന്നതിനേക്കാൾ ബെസ്റ്റ് ആണ് ഒരു ചിരി എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു ചിരിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കാം നമുക്ക്. അപ്പൊ അദ്ദേഹം വാ ഇരിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അകത്തേക്കാണ്. അപ്പൊ തന്നെ ചിരിയോടുകൂടി കച്ചവടം ഉറപ്പിച്ചോട്ടെ കേട്ടാ. നമ്മൾ മസിൽ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒന്നും നടക്കൂല. അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഇരിക്കാനുള്ള ഒരു സീറ്റ് കാണിച്ചു തരും. ചില ആൾ കയറി അയാൾ ഇരിക്കുന്ന കസേരയിലാണ് പോയി ഇരിക്കുക. ഗൃഹനാഥൻ ഇരിക്കാൻ വേണ്ടി വലിയൊരു ചാരി കസേരയൊക്കെ ഉണ്ടാവും. അതിനകത്തൊന്നും പോയി ഇരിക്കരുത് പ്ലീസ്. അവിടെ നിൽക്കണം കയറിയിട്ട് ബഹുമാനത്തോട് കൂടിയിട്ട്. അപ്പൊ അദ്ദേഹം ഇരിക്കാനുള്ള പ്ലേസ് അവിടെ ഇരുന്നോ എന്ന് പറയും. മനസ്സിലായ? അപ്പൊ അവിടെ നമ്മൾ കംഫർട്ടായ രീതിയിൽ ഇരിക്കുക. അദ്ദേഹത്തിന്റെ മുഖം ഫേസ് ടു ഫേസ് കാണുന്ന രീതിയിൽ നമ്മൾ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. അല്ലേ? ആദ്യം ചെന്ന ഉടനെ ബയോട്ടോറിയത്തെ കുറിച്ചൊന്നും പറയരുത്. ജസ്റ്റ് ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണം. സാറിന്റെ പേരെന്താണ്? മനസ്സിലായി? അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോയ ആൾ സ്വയം ഒന്ന് പരിചയപ്പെടുത്തും. നമ്മളെ 2-3 ടൈപ്പ് ചെയ്യാം. കൊണ്ടുപോയ ആൾ പരിചയപ്പെടുത്തും. ഒരിക്കൽ ബന്ധുവായിരിക്കും, അല്ലെങ്കിൽ അമ്മാവനായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തായിരിക്കും. അല്ലേ? ഇപ്പൊ പരിചയപ്പെടുത്താം. ഇത് ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, അയാൾ ഗ്രേറ്റ് ലീഡറാണ്, ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടി സാധിക്കും. വലിയ ലീഡറാണ്, മറ്റാണ് മറിച്ചാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യണം? ഒന്ന് നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇദ്ദേഹം വലിയൊരു പുലിയാണ് എന്ന് ആർക്ക് തോന്നണം? ഈ കസ്റ്റമർക്ക് തോന്നണം. ഇദ്ദേഹത്തിന് നല്ല അറിവുണ്ട് ഇതിനെക്കുറിച്ച്, ഈ മേഖലയിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നണം. അല്ലാണ്ട് ജസ്റ്റ് ഇത് എൻ്റെ സുഹൃത്താണ് കേട്ടോ, അയാൾ മട്ടന്നൂരിൽ നിന്ന് വരുന്നതാണ്, ജനാർദ്ദൻ എന്ന പേര്, ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയം ഉണ്ടായിട്ടില്ല, ഒരു മൊബൈലിലൊക്കെ കിട്ടിയിട്ട് എന്തോ അറിയാതെ കോളൊക്കെ വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടതാണ്, ഇയാൾ എന്തോ ഒരു കാര്യം പറയാൻ വന്നതാണ്, ഒന്ന് കേട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ കച്ചവടം നടക്കൂല. മനസ്സിലായ? ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ദോഷവുമില്ലാത്ത കളവ് പറയുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്ന ഒരു കളവ് പറയുന്നതിനെ നല്ലതാണ്, ദൈവാനുഗ്രഹം കൂടി ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്ന കളവ് പറയും. കളവ് എന്ന് പറഞ്ഞാൽ വലിയ മോശമൊന്നും അല്ല, അത് ഗുണം കിട്ടുന്ന കളവാണ്. അതല്ലേ? അദ്ദേഹം ഒരുപക്ഷെ ഇതെടുത്ത് ഇൻഡസ്ട്രിയിലേക്ക് വന്ന അദ്ദേഹത്തിനും ഗുണം, നമുക്കും ഗുണം. അപ്പോൾ ഞാൻ എവിടുന്നോ മിസ് കോൾ വന്നതാണെന്നോ എവിടുന്നോ കിട്ടിയതാണെന്നോ ഒന്നും പറയണ്ട. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയം ഉണ്ടെന്നും അങ്ങനെ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു, എൻ്റെ പൊന്നു ചേട്ടാ ഇത് അത്ഭുതകരമായ ഒരു പ്രൊഡക്റ്റാണ്, ഞാൻ ഇത് വാങ്ങിയിട്ട് എന്തൊക്കെ റിസൾട്ടാണ് എൻ്റെ അമ്മക്കും എനിക്കൊക്കെ കിട്ടിയെന്നറിയോ? ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് എത്രയോ മാസങ്ങൾ വർഷങ്ങളായിട്ട് ഗുളിക കഴിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവിടെ ടെസ്റ്റ് നടത്തിയിട്ട് ഒന്നും മാറിയിട്ടില്ലെന്ന്. ഇത് ഉപയോഗിച്ച് ഇപ്പൊ 10 ദിവസം കഴിഞ്ഞേ ഉള്ളൂ, എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയെന്നറിയോ? അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ നിങ്ങൾ, അല്ലേ? ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അല്ലേ ചേട്ടൻ്റെ അടുത്ത്, സാറിൻ്റെ അടുത്ത് നിങ്ങളോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യുമോ? അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അറിയിക്കാൻ ഞാൻ ഈ കിട്ടിയ റിസൾട്ട് പറയാൻ വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് ഇതൊന്ന് കേൾക്ക്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രൊഫഷണലായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ആളാണ്. ഇദ്ദേഹം എത്ര നാളായി, ഇദ്ദേഹം നിരവധി ആളുകൾക്ക് ഇത് കൊടുത്തിട്ട് അവിടെ സ്ട്രോക്ക് വന്ന ആൾ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി, മറ്റേത് വരാൻ തുടങ്ങി, ഇത് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു സംഭവം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് എന്താവും? മൈൻഡ് ഒന്ന് ഓപ്പൺ ആവും. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് മൈൻഡ് ഓപ്പൺ ആവും. അദ്ദേഹത്തിന്റെ പ്രോബ്ലംസ് എല്ലാം തന്നെ ഈ പോകുന്ന നമ്മൾ ഓൾറെഡി നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പൈൽസ് ഉണ്ട്, വെരിക്കോസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, BP ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഇല്ലേ? ഒരു സൂപ്പർ മാർക്കറ്റാണ് അദ്ദേഹം. മനസ്സിലായ? രാവിലെ ബൊഫേ ആണ് കഴിക്കുന്നത്. എന്താണ് ബൊഫേ? ബൊഫേ എന്താണ്? ബൊഫേ അറിയില്ലേ നിങ്ങള്? വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയ ബൊഫേ അല്ലേ? അതിലെല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാവും, അല്ലെ? എല്ലാം കഴിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും. അതുപോലെയാണ് രാവിലെ ബൊഫേ. എന്താണ് രാവിലത്തെ ബൊഫേ? ഷുഗറിന്റെ ഗുളിക 2 എണ്ണം, BP-യുടെ ഗുളിക 2 എണ്ണം, ഇല്ലേ? കൊളസ്ട്രോളിന്റെ ഒരെണ്ണം, മറ്റേ ഒരെണ്ണം, തൈറോയിഡ് ഉണ്ട് ഒരെണ്ണം ആയിട്ടുണ്ടാവും അത്, ഇല്ലേ? ആ ബൊഫേ കഴിക്കുന്ന ആളത്തേക്കാണ് നമ്മൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്നെങ്കിൽ സിമ്പിൾ, ഇല്ലേ? ഉറപ്പല്ലേ? അപ്പൊ ആദ്യം ഫസ്റ്റ് ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷനിലാണ് സെയിൽസ് ക്ലോസ് ആവുന്നത്. ഒന്നാമത്തെ പോയിന്റ്. നിങ്ങൾ എങ്ങനെയാണ് ഈ കൊണ്ടുപോയ വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് അവിടെ റാപ്പോ ക്രിയേറ്റ് ചെയ്യും, പെട്ടെന്ന് തന്നെ സെയിൽസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കൂടി അതിനകത്ത് ജസ്റ്റ് പോയിന്റ് ആയിട്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെയും പെട്ടെന്ന് നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പോയ ആളുകൾ ഇരിക്കേണ്ട പൊസിഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ നേരെ ആയിട്ട് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ഇരുന്നിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടൊന്നും ഇരുന്ന് സംസാരിക്കരുത്. ഒരു ലീഡർ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, അല്ലേ? ചില ലീഡർമാർ ഇങ്ങനെ ബാക്കിൽ കൈയൊക്കെ വെച്ചിട്ടായിരിക്കാം.
മനസ്സിലായ? ചില ലീഡർമാർ ഇങ്ങനെയൊക്കെ സോഫയിലൊക്കെ കയറി ഇങ്ങനെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു പൊസിഷൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ആ കസ്റ്റമർ നമ്മുടെ മനസ്സിൽ നിന്ന് അറിയാതെ അകന്നു പോകുന്നതാണ്. ക്ലിയർ ആകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നമ്മൾ ഇരിക്കുന്നതിനൊരു രീതിയിൽ കൈകാലുകളൊന്നും പിണച്ചു വെക്കാതെ ഇരിക്കുക. കാലിന്റെ മുകളിൽ കാലെടുത്ത് വെച്ച് നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കും പോലെ പരമാവധി ഒരു ഗസ്റ്റിന്റെ വീട്ടിൽ പോയാൽ ഇരിക്കാതിരിക്കുക. അല്ലെ ഓപ്പൺ പോസ്റ്റർ എന്ന് പറയും, കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് എന്ത് വേണം? ചില ആളുകൾ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ചാരി ഇരിക്കും അല്ലെ. ഈ പുറകോട്ട് ഇങ്ങനെ ചാരി ഇരുന്നിട്ട് സംസാരിക്കാൻ വേണ്ടി പാടില്ല. പുറകോട്ട് ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ചാരി ഇരുന്ന് സംസാരിക്കുന്നത് എന്തിന്റെ ലക്ഷണമാണ് എലിക്ക? അല്ലേ? അതൊരു അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. മനസ്സിലായ? അപ്പൊ നമ്മളെക്കാൾ അറിവുള്ള ആളായിരിക്കും ചിലപ്പോൾ അവിടെ ഇരിക്കുന്നത്. ഇവൻ ഭയങ്കര സാധനമാണ്, ഇവൻ ശരിയാവില്ല എന്ന് അപ്പൊ തന്നെ തോന്നും. മനസ്സിലായില്ലേ? ഇവരായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ലെന്ന് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് അല്പം ഒന്ന് മുന്നോട്ടായണം. ഒരു ഫോർവേഡ് ലീൻ എന്ന് പറയുന്നതിന് അല്പം മുന്നോട്ടായുമ്പോൾ ഒരു ബഹുമാന സൂചകമാണ്. മനസ്സിലായില്ലേ? ഒരു ബഹുമാന സൂചകമായിട്ട് നമ്മൾ ഇരിക്കണം. അദ്ദേഹത്തെ ആ കസ്റ്റമർ ഇസ് ദ കിങ് എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് രാജാവ് അല്ലെ. അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ അല്പം മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞിരുന്ന് കൊണ്ട് വേണം സംസാരിക്കാൻ പറ്റും. ക്ലിയർ ആയോ? അതിന് സംസാരിക്കാൻ തുടങ്ങാം കാര്യങ്ങൾ. അതിന് മുമ്പ് അവിടെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട ഉടനെ തന്നെ നല്ലൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കൂലേ നമ്മള് അല്ലേ? ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം. കസ്റ്റമറെ കണ്ടു കഴിഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. ആ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോ നമ്മളെ എങ്ങനെയാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക? അല്ലാതെ നമ്മൾ ഈ നെറ്റ്വർക്കുകാരെ ഷെയ്ക്ക് ഹാൻഡ് പിടിച്ചിങ്ങനെ അമർത്തുന്ന ഒരു ഷെയ്ക്ക്, അത് കൊടുത്താൽ ഭയങ്കര ആണെന്നല്ലേ. ഞങ്ങൾ നെറ്റ്വർക്കുകാർക്കൊരു ഷെയ്ക്ക് ഹാൻഡ് ഉണ്ട്, പിടിച്ചമർത്തല്. മന്ത്രിമാർക്കൊക്കെ വേറൊരു ഷെയ്ക്ക് ഹാൻഡ് ഉണ്ട്. അതെങ്ങനെയാണെന്നറിയോ? പ്രധാനമന്ത്രിയൊക്കെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ ഒരു 10 മിനിറ്റ് എടുക്കും അതിങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കില്ല അല്ലേ? ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടേ. അതുപോലത്തെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുത്. പക്കാ ഡയറക്ട് സെല്ലിങ്ങിന്റെ ലീഡേഴ്സിന്റെ ഷെയ്ക്ക് ഹാൻഡും കൊടുക്കരുത് കേട്ടാ. പിടിച്ചമർത്തുന്ന ഇല്ലേ ജനാർദ്ദന സാറേ? ആ പിടിച്ചമർത്തുന്ന ഷെയ്ക്ക് ഹാൻഡ് ഒന്നും കൊടുക്കണ്ട. ഒരു സാധാരണ രീതിയിലുള്ള ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ കയ്യിലേക്ക് നോക്കണ്ട, മുഖത്തേക്ക് നോക്കിയിട്ടാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഒരു ടച്ചാണ്. ആ ബോഡിയിലേക്ക് ഒന്ന് ടച്ച് ആവും. അദ്ദേഹത്തിന്റെ ശരീരവും നമ്മുടെ ശരീരവും കൂടി ടച്ച് ആവുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് നമുക്കൊരു സ്ഥാനം നേടാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ട് ഞാൻ പറയുന്നത് അല്ലേ? ഒന്ന് ടച്ച് ചെയ്യാനൊക്കെ ഓടിയിട്ടില്ലേ പണ്ട് എലീക്ക? അപ്പോ അങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുമ്പോ ആ ഹൃദയം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല കേട്ടാ. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ബന്ധം സ്ഥാപിക്കപ്പെടും. അതിനാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്. അത് നല്ലൊരു ഷെയ്ക്ക് ഹാൻഡ് ആയിരിക്കണം കേട്ടാ. അപ്പൊ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് അവിടെ ഇരിക്കുക. ഇരുന്നിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങും അല്ലെ? ക്ലിയർ? ഇതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. പിന്നെ പോകുമ്പോൾ വളരെ നല്ല രീതിയിൽ പോരെങ്കിൽ അവസാനം വരാം. അപ്പൊ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് വേണം? ഐ കോണ്ടാക്ട്. ഈ സ്ത്രീകളെയാണ് നമ്മൾ കാണുന്നെങ്കിൽ വേഗം പോയിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ നിൽക്കരുത് കേട്ടാ. നല്ല സുന്ദരിയായ ഒരു സ്ത്രീയാണ്, അവിടുത്തെ വീട്ടുടമയാണ്, അമ്മയേ ഉള്ളൂ, ലേഡിയേ ഉള്ളൂ, ഹസ്ബൻഡ് അവിടെ ഇല്ല. അപ്പൊ വേഗം ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണ്ടേന്ന് പറഞ്ഞ് ചാടി പിടിച്ചിരിക്കും. ഒന്നൊരു ഷെയ്ക്ക് ഹാൻഡ് ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട. അതൊക്കെ പാത്രം അറിഞ്ഞ് വിളമ്പണം. മനസ്സിലായില്ലേ? മനോജ് സാറ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറഞ്ഞാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊന്നും ആവേശം കാണിക്കേണ്ട. നമ്മുടെ സെയിം ഇല്ലേ ഇതാണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ലേഡീസിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവരുടെ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഷെയ്ക്ക് ഹാൻഡ്. ചിലർക്ക് താല്പര്യം ഉണ്ടാവും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഫീൽഡിൽ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കണം. അതൊക്കെ പഴയ പഴഞ്ചൻ ആശയങ്ങളാണ്. നമ്മളുള്ള ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പാടില്ല, മുഖം നോക്കാൻ വേണ്ടി പാടില്ല, മുതലായ കാര്യങ്ങളൊക്കെ അല്ലേ. അതൊക്കെ ഇന്ന് മാറി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഷെയ്ക്ക് ഹാൻഡ്, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം ലേഡീസ് ആവുമ്പോൾ. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ റാപ്പോ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മളെ കുറിച്ച് അവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പ്രൊഡക്റ്റിനെയും പ്രൊജക്റ്റിനെയും കുറിച്ച് സംസാരിക്കുന്ന അവസരത്തിൽ എന്ത് വേണം? നമ്മളെ കണ്ണുകൾ ഇതാണ്. നമ്മൾ വായു കൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിലും നമ്മൾ കണ്ണുകൊണ്ടാണ് അവരെ നോക്കുന്നത് അല്ലെ? അപ്പൊ അവരെ എവിടെയായിരിക്കണം നമ്മൾ നോക്കേണ്ടത്? സെയിം ഇതാണെങ്കിൽ ആ സ്ത്രീയും പുരുഷനും ആണെങ്കിൽ നമ്മൾ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാനാണ് പറയപ്പെടുന്നത്. കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാം, കണ്ണുകളിൽ നോക്കി സംസാരിക്കാം. സത്യസന്ധമായിട്ട് കണ്ണിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ഈ കണ്ണ് തന്നെ അടുത്തിരുന്ന് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിന്ന് വെള്ളം വരും. നമുക്ക് മനോജ് കണ്ണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ട കേട്ടാ പ്ലീസ്. അപ്പൊ കണ്ണിലേക്ക് നോക്കുമ്പോ കണ്ണിന്റെ 2 പുരികം ഉണ്ടല്ലേ? ഇതിനെ പുരികം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാ. ചില നാട്ടിൽ എന്തെങ്കിലും ഭാഷയുണ്ടോ എന്ന് എനിക്കറിയില്ല. കൺപുരികം അല്ലേ? അത് വണ്ണം കൂടാൻ വേണ്ടി പാടുള്ളൂ. അതൊരു വര പോലെ ഉണ്ടാകാൻ പാടുള്ളൂ. അതിനൊക്കെ ഇപ്പൊ കുറെ കാശ് മുടക്കുന്നുണ്ട്.
സ്ത്രീകൾ. മനസ്സിലായ? പണ്ട് വലിയ വണ്ണത്തിലും ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ അത് കാണാൻ പാടില്ല എന്നാ പറഞ്ഞത്. ഇങ്ങനെ വര പോലെ ഉണ്ടാവും പാടുള്ളൂ. അതിനാണ് ആഴ്ചക്ക് പോയിട്ട് കാശ് മുടക്കിക്കൊണ്ടിരിക്കും. ആ അപ്പോ ഈ രണ്ട് പുരികമുണ്ട്, രണ്ട് പുരികത്തിന്റെയും സെന്റർ അല്ലേ, ആ നെറ്റിയുടെയും ഇവിടെ നോക്കിയിട്ട് കൂടുതൽ സംസാരിക്കും. അപ്പം വലിയ കുഴപ്പമുണ്ടാവില്ല. കണ്ണിന്റെ ഉള്ളിലേക്ക് നോക്കണ്ട, ഈ രണ്ട് പുരികങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇടക്കിടക്ക് നോക്കി നമുക്ക് സംസാരിക്കാം. എന്നാൽ നമ്മൾ പുരുഷന്മാർ സ്ത്രീകളോടാണ് സംസാരിക്കുന്നതെങ്കിൽ കൺപോളകളുടെ താഴെ നോക്കണം എന്നാണ് പറയുന്നത്. ഈ കൺപോളകളുടെ താഴെ ഇവിടെ ഇങ്ങനെ നോക്കുക. മനസ്സിലായി? എന്നാലും ഓൾറൗണ്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് സംസാരിക്കുക. ചില ആളുകളുടെ ചിലപ്പോ ഈ കഴുത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ നെറ്റിയിലോ അല്ലെങ്കിൽ കവിളിനോ ഒക്കെ ചില പാടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം, എന്തെങ്കിലും സംഭവിച്ചു. അതെന്നെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായ? അല്ലെ, ചില വീട്ടിലൊക്കെ പോയി അവർ ഈ ചെവിക്ക് എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കാണാം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കാണാം, ഇവിടെ എന്തെങ്കിലും കാണാം. നമ്മൾ സംസാരിക്കുമ്പോൾ അത് തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നാൽ അവർക്കത് ഇറിറ്റേഷൻ ആവും. അപ്പൊ അവര് വിചാരിക്കും എന്റെ ഈ എന്തോ ഈ വീക്ക്നെസ് ആണ് ഇവർ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നിയ ഒരു സെയിലും നടക്കൂല കേട്ടോ. വേഗം പെട്ടി മടക്കി പോവാ അവിടെ നിന്ന് തന്നെ. മനസ്സിലായില്ലേ? അവർക്ക് എന്തോ മാനസിക വിഷമം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഒന്നും നിങ്ങൾ നോക്കരുത്. ഇനി ഭർത്താവ് വന്നിട്ടുള്ളൂ, ഭാര്യ വന്നില്ലാതിരിക്കുക. നമ്മൾ എപ്പോഴും ഒരു വീട്ടിൽ ചെന്ന ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ എല്ലാവരും ഉണ്ടെങ്കിൽ അവരെ 3 പേരെയും വിളിച്ചിരുത്തി സംസാരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ വിളിച്ചിരുത്തി സംസാരിക്കുമ്പോൾ എല്ലാവർക്കും കൂടി മനസ്സിലാവും. ഇനി ചില സ്ത്രീകൾ വരില്ല, എനിക്കൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ അടുക്ക ഇല്ലേ, ഇതൊക്കെ കുറെ ഉടായ്പ പരിപാടികൾ, എത്ര കണത്ത് പോയി, നിങ്ങൾ എത്ര കണത്തിൽ കാശ് കളഞ്ഞു, ഇനിയും പുതിയ തട്ടിപ്പായിട്ട് വന്നതല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടാവും ഇല്ലേ. അവർ വരില്ല. വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിർബന്ധിക്കണ്ട, പിന്നെയും വിളിച്ചോണ്ടിരിക്കും. അവരെയും വിളിക്കുന്നു. അങ്ങനൊന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കണ്ട, വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ കസ്റ്റമറുടെ ഫേസിൽ നോക്കിക്കൊണ്ട് സംസാരിക്കണം. അനാവശ്യമായിട്ട് കിച്ചണിലേക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നമ്മൾ നോക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. മനസ്സിലായ? വീട്ടിനകത്തുള്ള കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കരുത്. നമ്മൾ വളരെ ഡീസന്റ് ആയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് കൃത്യമായിട്ട് പോയിന്റ് ടു പോയിന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മൾ നോക്കും ആളുകളെ, നമ്മളെ വിലയിരുത്തും ആളുകൾ. മനസ്സിലായ? നമ്മളെ സ്റ്റാൻഡേർഡ് വിലയിരുത്തും. അതുകൊണ്ട് ആ രീതിയിൽ ഒന്നും പാടില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ ഇതെല്ലാം പറയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം രാമായണം ഇങ്ങോട്ട് വായിക്കാൻ തുടങ്ങും. ഇത് പണ്ടത്തെ മറ്റേ സംഭവമാണ് കേട്ടാ, ഇല്ലേ? ഇങ്ങനത്തെ സംഭവമൊക്കെ ഞാൻ കുറെ കേട്ടതാണ്, ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ കുറച്ച് മേടിച്ചതാണ്, എന്റെ കാശ് പോയതാണ്, അതുകൊണ്ട് ഇതാണോ ഈ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചൂടാവാൻ തുടങ്ങും അദ്ദേഹം. ചൂടാവുമ്പോൾ നിങ്ങൾ അതിനേക്കാളും ചൂടാവണം. മനസ്സിലായില്ലേ? വേഗം വീട്ടിലേക്ക് പോവാം, കച്ചവടമൊന്നും നടക്കൂല. ചൂടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ഒന്നും കൂടി ചീട്ട് കൊടുക്കണം. നന്നായിട്ട് ചൂടാവട്ടെ. മനസ്സിലായി? ചൂടായതിന് മാത്രമേ തണുക്കാൻ പറ്റുള്ളൂ. ചൂടാവാത്ത സാധനത്തിന് തണുക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ അതിനെ നന്നായി ചൂടാക്കിക്കൊണ്ടിരിക്കണം. എല്ലാം എസ് ആണ്, എല്ലാം എസ്. ചേട്ടൻ പറയുന്നത്, സാറ് പറയുന്നത് മുഴുവൻ എസ് ആണ്. ഇങ്ങനെ എത്ര തട്ടിപ്പ് കമ്പനി വന്നിട്ടുണ്ട്, പൂട്ടിപ്പോയിട്ടില്ലേ? പോയിട്ടുണ്ട് ഇല്ലേ? എന്റെ കാശും പോയിട്ടുണ്ട് ചേട്ടാ. പോയിട്ടുണ്ടാ? എന്നാൽ അയാൾക്ക് വളരെ സന്തോഷമായി ഇല്ലേ? നിങ്ങളുടെ കാശും പോയിട്ടുണ്ടല്ലേ? എന്റെ കാശും അതിനകത്ത് പോയതല്ലേ? നിങ്ങളുടെ എത്ര പോയിട്ടുണ്ട്? എന്റെ ഇത്ര പോയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ അതിനെ കാട്ടി കൂട്ടി പറയണം. നിങ്ങൾക്ക് അത്രയല്ലേ പോയുള്ളൂ. എന്റെ ദൈവം, എന്റെ അത്രയൊന്നല്ല പോയത്. എന്റെ അളിയൻ്റെതും എന്റേതും മറ്റേ മാമന്റെയും പിന്നെ മരുമകന്റെയും എല്ലാം കൂടി ഇത്ര ലക്ഷക്കണക്കിനാണ് പോയത്. നിങ്ങൾക്ക് ഇത്രയല്ലേ പോയിട്ടുള്ളൂ. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ തണുപ്പിക്കണം നമ്മൾ. അപ്പം എസ് ബട്ട് തിയറി എന്ന് പറയുന്നതിന് അദ്ദേഹം പറഞ്ഞതിനെല്ലാം നമ്മൾ എസ് എന്ന് പറയണം. ചില ആളുകൾ ആദ്യം അങ്ങോട്ട് പറഞ്ഞു, ഇത് തട്ടിപ്പ് കമ്പനിയല്ലോ, ഇത് ബയട്ടോറിയാണ്, നിങ്ങൾക്കറിയോ ഇത് പഴയ സംഭവമൊന്നുമല്ല, ഇത് പൂട്ടാൻ വേണ്ടി പോകുന്ന സാധനമൊന്നുമല്ല. ഇങ്ങനെ അങ്ങോട്ട് ഒപ്പം തന്നെ ഒന്നടിക്കുമ്പോൾ രണ്ടങ്ങോട്ട് അടിക്കും. മനസ്സിലായ? അങ്ങനെ അടിക്കരുത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉള്ളത് മുഴുവൻ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പറയാം, ഇതൊന്നും കേൾക്കുകയോ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ബേജാറാകണ്ട. മനസ്സിലായില്ലേ? നിങ്ങൾ ഡിപ്രഷൻ വരേണ്ട ആവശ്യമില്ല അവിടെ. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂട്ടണം. അപ്പം ബോഡിയിൽ നിന്ന് പ്രത്യേക തരത്തിലുള്ള ഹോർമോണുകൾ ഇങ്ങനെ വരും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ തളർന്നു പോയാൽ വേറെ തരത്തിലുള്ള ഹോർമോണാണ് ബോഡിയിൽ നിന്ന് വരും. അപ്പൊ കച്ചവടം നടക്കൂല കേട്ടാ. ഇദ്ദേഹം ഇങ്ങോട്ട് എന്താണോ പറയുന്നത് അപ്പൊ നമ്മൾ അതിനെ ചിരിച്ചു കൊണ്ടുവേണം വരവേൽക്കാൻ വേണ്ടി. ചിരി എന്ന് പറഞ്ഞ അപൂർവ സംഭവം, അത്ഭുത സംഭവം. ലോകത്തിൽ ചിരിക്കാനുള്ള കഴിവ് തന്നിരിക്കുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ. മനസ്സിലായ? വേറെ ഏതെങ്കിലും ജീവിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? പാട്ടുപാടും, പക്ഷികളൊക്കെ പാട്ടൊക്കെ പാടും അല്ലെ? കരയും മൃഗങ്ങള്, അതിന് ചിരിയൊന്നും പറയില്ല, കരച്ചിലെന്നാ പറയാ അല്ലെ? നമുക്ക് കരയാനും അറിയാം, ചിരിക്കാനും അറിയാം. ചിരിയും കരച്ചിലും രണ്ടും രണ്ടാണ്, അറിയാം അല്ലെ?
അപ്പോൾ ചിരിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിനെ നേരിടാൻ. എസ് ബട്ട് തിയറി എല്ലാം എസ് 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 എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് മുഴുവനെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്. മനസ്സിലായോ? പിന്നെ ഇൻഡസ്ട്രീനെ കുറിച്ച് കൂടുതൽ പറയുന്നത് തട്ടിപ്പാണ് വെട്ടിപ്പാണ്. അപ്പം പുതിയ നിയമം വന്ന കാര്യങ്ങളും അതിനെക്കുറിച്ചും എല്ലാം വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തയ്യാറാവും. അപ്പൊ അദ്ദേഹം കേൾക്കാൻ വേണ്ടി തയ്യാറാവും. ഇങ്ങനെ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കാം കൃത്യമായിട്ട്. നമ്മുടെ എക്സ്റ്റേണൽ യൂസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. പോയിന്റാണ് ഇത്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ഇത് ശരീരത്തിന്റെ വെളിയിൽ ഉപയോഗിച്ചാൽ മതി, അകത്തൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എക്സ്റ്റേണൽ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും, ഇല്ലേ? അതുപോലെ തന്നെ നിരവധി അവാർഡുകൾ കിട്ടിയ പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. കേന്ദ്ര ഗവൺമെന്റ് കൊറോണ ബോർഡിന്റെ കൊറോണ യോദ്ധ അവാർഡ് മുതൽ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ, ഇല്ലേ? നമ്മുടെ മഹാരാഷ്ട്ര ഗവർണർ കിട്ടിയ അവാർഡ്, 2023 കിട്ടിയ എക്സലന്റ് കമ്പനി ഓഫ് ദ ഇയർ എന്ന് പറയുന്ന അവാർഡ്, അതുപോലെ തന്നെ നിരവധി അവാർഡുകൾ, MSMEയുടെ അവാർഡ്, ആയുഷ് മിനിസ്ട്രിയുടെ അവാർഡ്, അതോടൊപ്പം തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് വരെയും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും കിട്ടാത്ത രീതിയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ഒരു പ്രൊഡക്റ്റാണ് എൻ്റെ പൊന്നു ചേട്ടാ എന്ന് പറഞ്ഞ അവിടെ എല്ലാം തീർന്നു. മനസ്സിലായ? അതിനോട് അദ്ദേഹം സ്തംഭിച്ചു പോകും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ഈ ഒറ്റ വാക്ക് അവസാനം പറഞ്ഞാൽ മതി. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ലോകത്തിലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഈ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് ഡോക്ടർ സാഗർ ജോഷിയുടെ നാമം, പേര് അദ്ദേഹത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ പ്രൊഡക്റ്റാണ് ഞങ്ങൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞില്ലേ? ഇല്ലേ? ഓക്കെ അല്ലേ? പിന്നെന്താ പിന്നെ കാര്യങ്ങൾ എടുക്കാൻ തുടങ്ങില്ല അപ്പൊ തന്നെ. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഭാഷകളാണ്. വെറുതെ കൂടുതലൊന്നും സംസാരിക്കേണ്ട. 20 മിനിറ്റ് കൊണ്ട് പണി തീർക്കണം കേട്ടാ. കൂടുതൽ സംസാരിക്കേണ്ട. നിങ്ങളുടെ അറിവ് മുഴുവൻ ഒരു കസ്റ്റമർക്ക് കൊടുത്താൽ കച്ചവടം നടക്കൂല. പ്ലീസ്. അത് അദ്ദേഹത്തിന് ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് തോന്നിക്കാൻ വേണ്ടി സാധിക്കണം. നീഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കണം. നിങ്ങൾ പോയിരിക്കുന്നത് നിങ്ങളൊരു സാധനം വിൽക്കാനാണെന്ന് തോന്നരുത്. അവിടെയാണ് കച്ചവടം നടക്കാത്തത്. ഒന്ന് എടുക്ക് ചേട്ടാ എന്നിട്ട് മീൻകാരൻ വന്ന് പറയുമ്പോൾ മീൻ വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇതെടുത്തോ അതെടുത്തോ എന്ന് പറയുമ്പോൾ അല്ല ഇത്. നമ്മൾ പോയിരിക്കുന്നത് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാനാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അദ്ദേഹത്തിന് ഇന്ന് ഈ സമൂഹത്തിൽ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി സാധിക്കണം. കാരണം കൊറോണയ്ക്ക് ശേഷമുള്ള കുഴഞ്ഞു വീണ് മരണങ്ങൾ, സ്ട്രോക്ക്, അറ്റാക്ക്, അതുപോലെ തന്നെ മൊബൈൽ റേഡിയേഷന്റെ എഫക്റ്റീവ്, പുതിയ ക്യാൻസർ രോഗങ്ങൾ വ്യാപിക്കുന്നത്, ഇതിനെല്ലാം പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉണ്ടോ സാറേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഇല്ലേ? കൊറോണ വാക്സിൻ ഇറക്കിയ കമ്പനികൾ പോലും ഇന്ന് സംബന്ധിച്ചിരിക്കുന്നു, ഇല്ലേ? ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. ആ സൈഡ് എഫക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓക്സിജന്റെ അളവ് ബോഡിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന പ്രൊഡക്റ്റ് ആണെന്ന് കൃത്യമായിട്ട് 4-5 വരികളിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന്റെ മഹിമ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. റേഡിയേഷനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടാബ്ലറ്റും ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഓക്സിജന്റെ അളവ് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ടാബ്ലറ്റും കണ്ടുപിടിച്ചിട്ടില്ല. ഓക്സിജൻ കൊടുക്കണം അവിടെ കിടത്തിയിട്ട്, അല്ലേ? അപ്പൊ അതിന് ഇത് സാധിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നു ഇത് എന്ന് പറഞ്ഞു കൊടുത്ത് ഇതിന്റെ റിസൾട്ടുകൾ ഇന്ന ആളുകൾക്ക് ഇത് ഉപയോഗിച്ചപ്പോൾ റിസൾട്ട് കിട്ടിയിരുന്നു പറഞ്ഞു. ഇതല്ലാണ്ട് മരുന്നോ ചികിത്സയോ ഞാൻ ഒരു ഡോക്ടറെ പോലെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പാടില്ല. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോസ് കാണിച്ചു കൊടുക്കുക. ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളുടെ വീഡിയോസ് കാണിച്ചു കൊടുക്കുക. മനസ്സിലായ? അതേപോലെ തന്നെ നിരവധി ഡോക്ടേഴ്സ് ഇത് ഉപയോഗിക്കുന്നതായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക. ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ VVIPs, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, നമ്മുടെ 14 സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാര്, അതുപോലെ തന്നെ IPS IAS ലെവലുള്ള ഉദ്യോഗസ്ഥർ മുതലായ VVIPs, സെലിബ്രിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്ന ഫോട്ടോസ് ഒക്കെ നിങ്ങൾ വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുക്കുക വിത്തിൻ സെക്കൻഡ്സ്. മനസ്സിലായ? അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സെയിൽസിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പിന്നെ അവരുടെ നീഡ് അനുസരിച്ച് ഇത് ഉപയോഗിച്ചാൽ ഏകദേശം 220-ൽ പരം ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് നൽകുന്നു. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പർ ആക്കിക്കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ന അസുഖങ്ങൾക്കെല്ലാം ഭേദമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു അസുഖം അദ്ദേഹത്തിന് ഉണ്ടാവും. അതിനാണ് നമ്മൾ നേരത്തെ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ പൈൽസ് ഉണ്ട്, വെരിക്കോസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി നമ്മൾ അറിയാതെ പറയണം. ചേട്ടന് വെരിക്കോസ് ഉണ്ടോ, പൈൽസ് ഉണ്ടോ എന്ന് ചോദിക്കരുത്. മനസ്സിലായ? അപ്പൊ വിചാരിക്കും കൊണ്ടുപോയ ആളുകൾ എൻ്റെ രോഗത്തിനെ കുറിച്ചല്ല ഇയാളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നും. അപ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നിങ്ങൾക്ക് അസുഖം ഉണ്ടോ ഒന്നും ചോദിക്കണ്ട. ഇന്ന അസുഖത്തിനൊക്കെ പൈൽസിനൊക്കെ ബെസ്റ്റാണ്, പൈൽസിന് റിസൾട്ട് കിട്ടിയിട്ട് പറയുമ്പോൾ അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചു നോക്കും.
മനസ്സിലായ? അദ്ദേഹത്തിന്റെ രോഗത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ ഒന്ന് നോക്കും. അപ്പൊ നമുക്ക് മനസ്സിലായിക്കൊള്ളണം ഇയാൾക്ക് ഇന്ന് അസുഖം ഉണ്ടെന്ന്, അല്ലെ? ഷുഗറിന് നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കും, കിച്ചണിലേക്ക് നോക്കുകയാണെങ്കിൽ വിചാരിച്ചോളാം വൈഫിന് നല്ല ഷുഗർ ആണെന്ന് മനസ്സിലായിക്കോളാം. മനസ്സിലായ? അപ്പോ ഇങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ സെയിൽസ് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കുട്ടികളുടെ IQ EQ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് ഉപകരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്താൽ 100% സെയിൽസ് ആണ്. കുട്ടികൾ ഇന്ന് രക്ഷിതാക്കളെ ജീവിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായ? ഞാൻ എപ്പോഴും പറയും പോലെ പരീക്ഷ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് കുട്ടിയോട് എന്താ ചോദിക്കുന്നത്? നിന്റെ കൂട്ടുകാരിയുടെ മാർക്ക് എത്രയാണ്, മറ്റവരുടെ മാർക്ക് എത്രയാണ്, അവരുടെ മാർക്ക് കഴിഞ്ഞിട്ടാണ് നിന്റെ മാർക്ക് ചോദിക്കുക, അല്ലെ? മോളോട് ചോദിക്കുന്നത് നിനക്ക് എത്രയാണ്. അത് അവരുടെ അറിയണം. അവർക്ക് 99 ഉണ്ടെങ്കിൽ നിനക്ക് 100 ഉണ്ടായിക്കൊള്ളണം. മനസ്സിലായ? അതിനാണ് അവരുടെ മാർക്ക് ചോദിക്കുന്നത്. അത്രയും മത്സരമാണ് ഇന്ന്, അല്ലെ? അതുകൊണ്ട് മത്സരിച്ച് അകപ്പെടാൻ ഞാൻ പറയുന്നത് എനിക്കും സമയമില്ല. അതുകൊണ്ട് അതിന് ഏറ്റവും എഫക്റ്റീവാണ് ഇത് ഇന്ന് പറഞ്ഞു കൊടുത്ത കച്ചവടം അവിടെ നടന്നെന്ന്. മനസ്സിലായി? ഇതെല്ലാം നമ്മുടെ സംസാരത്തിന്റെ പോയിന്റ് ബൈ പോയിന്റ് അനുസരിച്ചാണ് കച്ചവടം നടക്കുന്നത്. അപ്പൊ ഇതില്ലാത്ത ആരും ഉണ്ടാവില്ല. എനിക്ക് ഷുഗർ ഇല്ല, എനിക്ക് പ്രഷർ ഇല്ല, എനിക്ക് കൊളസ്ട്രോൾ ഇല്ല എന്ന് പറയും ചില ആൾ. വേണ്ടെന്ന് പറയും, അല്ലെ? ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, ഞാൻ എക്സ് മിലിറ്ററി ആണ് എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് ആവശ്യം ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം പറയുന്നത് ചില ആൾക്കാർ ചില ഒബ്ജക്ഷൻസ് വരും ഇങ്ങോട്ട്. ആ ഒബ്ജക്ഷൻസിൽ വരുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഒബ്ജക്ഷൻസിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്കിപ്പോ ആവശ്യമില്ല എന്ന് പറയും, രോഗമില്ല എന്ന് പറയും. അപ്പൊ പറയും ഇത് രോഗികൾക്കുള്ളതല്ല, കുഴഞ്ഞു വീണ് വരണം, സ്ട്രോക്ക്, അറ്റാക്ക്. ഇന്നലെ കണ്ടില്ല, അവൻ മരിച്ചില്ലേ, 35 വയസ്സ്. അവന് ഒരു അസുഖം ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെ? അതുകൊണ്ട് ഇത് രോഗികൾക്കുള്ളതല്ല, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ അത് ആ ഒബ്ജക്ഷൻ അവിടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെ? കൊറോണക്ക് ശേഷമുള്ള എല്ലാ കുറിച്ച് അറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് അറിയാം. അതൊന്നും നമ്മൾ പറയാൻ നിൽക്കണ്ട, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അവിടെ മരിച്ചില്ലേ, ഇവിടെ മരിച്ചില്ലേ? അവർക്ക് ആ അസുഖം ഉണ്ടായിട്ടാണ് മരിച്ചത്? ഒന്നുമില്ലല്ലോ. നല്ല പുലിപോലെ നടന്ന് ചെറുപ്പക്കാരനല്ലേ, രാവിലേക്ക് ഉറങ്ങി എഴുന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത് രോഗത്തിനുള്ളതല്ല ചേട്ടാ, ചേട്ടന് മസ്റ്റായിട്ട് മേടിക്കണം. അപ്പൊ അത് നമുക്ക് ഒബ്ജക്ഷൻ അവിടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അടുത്ത് വരുന്ന ഒബ്ജക്ഷൻ, ഇതിന് വില കൂടുതലാണ്, 9800, എന്റെ സലീംക്ക 10,000 രൂപ ഇവിടുന്ന് കിട്ടാനാണെന്ന് ചോദിക്കും, ഇല്ലേ? വില കൂടുതലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഒബ്ജക്ഷൻ വരുന്നത് പൊതുവെ എവിടെ പോകുമ്പോഴും, അല്ലെ? അതിനെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അത് നമുക്കപ്പോൾ നമ്മളെല്ലാവരും പറയാം, നിങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ നിങ്ങൾ ആശുപത്രി പോവില്ലേ എന്ന് ചോദിക്കുക. അങ്ങനെ പറയരുത് കേട്ടോ, മുഖത്ത് നോക്കിയിട്ട്. നിങ്ങൾ നാളെ ഇവിടെ കുഴഞ്ഞു വീണു എന്ന് വിചാരിക്കുക, നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയി. ഇങ്ങനൊന്നും പറയല്ലേ പ്ലീസ്. ചില ആളുകൾ അറിഞ്ഞാതെ പറയുന്നതാണ് കേട്ടാ. നിങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ നിങ്ങൾ മല പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ കടം മേടിച്ചിട്ടോ ചികിത്സയ്ക്ക് പോവില്ലേ? ഇങ്ങനെ പറയല്ലേ മുഖത്ത് നോക്കിയിട്ട്. മനസ്സിലായി? ആർക്ക് വേണമെങ്കിലും എപ്പോഴും അസുഖം സംഭവിക്കാമല്ലോ, ഇല്ലേ? അപ്പൊ നമ്മൾ എത്ര കാശ് മുടക്കേണ്ടി വരും, ഇല്ലേ? ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പനി പോയും വന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെക്കപ്പിനും അതും ഇതും ഒക്കെ ആയിട്ട് എത്ര കാശ് മുടക്കേണ്ടി വരും? വേണ്ടി വരില്ലേ? വേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന നല്ല എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും നല്ലത്. ഞാൻ കഴിഞ്ഞ ദിവസം പോയി പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്. എൻ്റെ ഒരു സുഹൃത്ത് രാജേഷ്, അദ്ദേഹം KSRTC ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഫാദർ പെട്ടെന്ന് തളർന്നു വീണുപോയി. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവിടെ നിന്നെല്ലാം പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു ഹാർട്ട് കുറച്ച് വീക്കാണ്, അതുകൊണ്ട് നമ്മുടെ പേസ് മേക്കർ വെക്കണം എന്ന് പറഞ്ഞു. പരിശോധിച്ചിട്ട് വിത്തിൻ 1 വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് പേസ് മേക്കർ വെക്കണം, ഇല്ലാണ്ട് രക്ഷയില്ല, ഹാർട്ട് പമ്പിങ്ങിന്റെ ശക്തി കുറവാണ്. അപ്പൊ തൽക്കാലത്തേക്ക് അവര് മെഡിസിൻ ഒക്കെ കൊടുത്തിട്ട് അവിടുന്ന് വിട്ടു. ഒരാഴ്ചക്കുള്ളിൽ വരണം പറഞ്ഞു. ഒരു സാധാരണ കുടുംബമാണ്. 3 ലക്ഷം രൂപയാണ് അതിന് ചെലവ് പറഞ്ഞത്. അവരവിടുന്ന് ഇവിടുന്നൊക്കെ പലിശക്കൊക്കെ കടം വാങ്ങിയിട്ട് അവർ ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. നല്ല ഡോക്ടേഴ്സ് ആയിരുന്നു അവിടെ. ഞാൻ പറയുന്ന വാക്കാണ് കേട്ടോ, നല്ല ഡോക്ടേഴ്സ് ആയിരുന്നു. കാരണം ഡോക്ടേഴ്സ് പലതരത്തിലുണ്ട്, ഇല്ലേ? അപ്പോൾ നല്ല ഡോക്ടേഴ്സ് ആയിരുന്നു. അവിടെ ഒരാഴ്ച വന്ന് ചെന്നപ്പോൾ അവർ ഡോക്ടേഴ്സ് എല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ ഹാർട്ട് നല്ല അടിപൊളിയായിട്ട് ചെറുപ്പക്കാരന്റെ ഹാർട്ട് പോലെ പമ്പ് ചെയ്യുന്നു. അപ്പൊ എന്താ ഉപയോഗിച്ചതെന്ന് ഡോക്ടർ ചോദിച്ചു. മനസ്സിലായ? എന്താ ഉപയോഗിച്ചത്? ഈ രാജേഷ് നേരെ ഈ അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞപ്പം നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടു കൊടുത്തു. റിസ്റ്റ് ബാൻഡ് കൈ കെട്ടി മാട്രസ് പാഡിൽ കിടന്നു, വെള്ളം നന്നായിട്ട് കുടിച്ചു. ആശുപത്രി പോകുമ്പോഴും ഈ റിസ്റ്റ് ബാൻഡും കെട്ടിക്കൊണ്ടാ പോയത്. ഡോക്ടർ ചോദിച്ചു എന്തോ ഇതാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു പേസ് മേക്കറും വേണ്ട, ഒരു ഗുളികയും വേണ്ട, പഴയ പോലെ നല്ല എനർജി ആയിട്ടുണ്ട് ഹാർട്ടിന്, തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. മനസ്സിലായ? അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ വില എത്രയാ? 3 ലക്ഷം രൂപയാണ് പറഞ്ഞത് അതിന്. ഏത് പേസ് മേക്കർ വെക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രൊഡക്റ്റിന്റെ വില എത്രയാണ്? 9,800 ആണോ?
19,300 ചേട്ടാ? ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ മതി, തീർന്നു അവിടെ, കച്ചവടം തീർന്നു. ക്ലിയർ ആയില്ലേ? 3 ലക്ഷം രൂപയാണ് ഈ പ്രൊഡക്റ്റിന്റെ വില. ബൈപ്പാസ് സർജറി ചെയ്യാൻ പറഞ്ഞു എന്റെ സുഹൃത്ത് വിനോദിന്. 5 ലക്ഷവും ചെലവും വരുന്നു പറഞ്ഞു. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ വില എത്രയാ? 3 ലക്ഷമാണോ? 5 ലക്ഷമാണ് ഈ പ്രൊഡക്റ്റിന്റെ വില അല്ലേ? 10 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് കിടക്കുന്ന രോഗി, സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെട്ട് കിടക്കുന്ന രോഗി ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇപ്പൊ എഴുന്നേറ്റ് നടക്കുന്നു, സംസാരിക്കുന്നു. ഈ പ്രൊഡക്റ്റിന്റെ വില എത്രയാ? 9,800 ആണോ? ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണം. ഓക്കെ, ഇപ്പൊ സെയിൽസ് നടന്നു ഇല്ലേ? അടുത്തത് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 9,800 അല്ലെങ്കിൽ 19,100 16,500 നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ ഇത് എത്രയോ വർഷം ഉപയോഗിക്കാം. ഏറ്റവും ചുരുങ്ങിയത് 25 വർഷം ഉപയോഗിക്കാം, അതിലും കൂടുതൽ ഉപയോഗിക്കാം, നിങ്ങളെ യൂസേജ് പോലെ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒരു ഫാമിലി പാക്ക് പ്രൊഡക്റ്റ് 16,500 19,300 പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ 19,300 ഡിവൈഡഡ് ബൈ 25 വർഷം, മനസ്സിലായ? ആ കിട്ടിയ എമൗണ്ടിനെ ഡിവൈഡഡ് ബൈ 365 എന്ന് അവരെ മുമ്പൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. 1 രൂപയെ വരുള്ളൂ, 1 രൂപ 30 പൈസയൊക്കെ വരുള്ളൂ. ഇതിന് ഒരാൾക്ക് ഉപയോഗിക്കാൻ ഒരു ദിവസം 1 രൂപയെ വരുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് 1 രൂപ നിങ്ങൾക്ക് ചെലവായിക്കൂടെ? നിങ്ങൾ അടുത്ത ഇരുന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചായക്കടയിലേക്ക് പോയാൽ ഇന്ന് എത്ര കൊടുക്കണം സുധാകരൻ ഡോക്ടറെ ഇല്ലേ? ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് ഇല്ലേ? 10 രൂപയ്ക്ക് ചായ ഉണ്ട്, 12 രൂപയ്ക്ക് ചായ ഉണ്ട്, 15 രൂപയ്ക്ക് ചായ ഉണ്ട്, 20 രൂപയ്ക്ക് ചായ ഉണ്ട്. കുപ്പിവെള്ളം നമ്മൾ മേടിക്കുന്ന കഥ അറിയാം അല്ലെ? കുപ്പിവെള്ളത്തിന്റെ വില എത്രയാ? 15 രൂപയ്ക്ക് ഉണ്ട് കുപ്പിവെള്ളം. അതേ കുപ്പിവെള്ളം 20 രൂപയ്ക്ക് കിട്ടും. അതേ കുപ്പിവെള്ളം നല്ല സൂപ്പർ മാർക്കറ്റിൽ പോയാൽ 50 രൂപയ്ക്ക് കിട്ടും. അതേ കുപ്പിവെള്ളം നിങ്ങൾ എയർപോർട്ടിൽ പോയാൽ എത്ര കൊടുക്കേണ്ടി വരും? 500 രൂപയും കൊടുക്കേണ്ടി വരും ഇല്ലേ? ഈ ചായ എയർപോർട്ടിൽ പോയാൽ 10 രൂപ കിട്ടുമോ? 20 രൂപ കിട്ടുമോ? സംഭവമൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടാ, സംഭവമൊക്കെ ഒന്ന് തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി 1 രൂപ മുടക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല എന്റെ പൊന്നു ചേട്ടാന്ന് പറഞ്ഞാൽ സെയിൽസ് ഓക്കെ ആയി. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതിക്കനുസരിച്ചിട്ടാണ് നമുക്ക് കച്ചവടം കിട്ടുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഇതെല്ലാം വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കണം, പരത്തി പറയാതെ സംസാരിക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ നോഡിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ആദ്യം എതിർക്കുമ്പോൾ നമ്മൾ തലകുലിക്ക് അതായത് നോഡിങ് എന്ന് പറയും അതിനാ, മനസ്സിലായി? എല്ലാത്തിനും യെസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മെല്ലെ നമ്മൾ അദ്ദേഹമായിട്ട് സംസാരിക്കുക. നോഡിങ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലായിരിക്കണം. മസിൽ പിടിച്ച് നമ്മൾ ഇരിക്കരുത്. അദ്ദേഹത്തോട് നമ്മൾ യുദ്ധം ചെയ്യാനല്ല. ചില ആളുകൾ യുദ്ധം ചെയ്തിട്ട് തോറ്റിട്ട് ഇങ്ങോട്ട് വരും, മനസ്സിലായ? അദ്ദേഹത്തിന്റെ കച്ചവടം വേണ്ട, എനിക്ക് അവൻ പോയി പണി നോക്കട്ടെ, അവനില്ലെങ്കിൽ വേറെ ആളിലൂടെ ഞാൻ വേറെ ടീം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു വരുന്ന ലീഡേഴ്സിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ഓരോരാളെയും സ്നേഹം കൊണ്ട് കീഴടക്കാൻ വേണ്ടി സാധിക്കണം എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ. അങ്ങനെ പാടില്ല. നിങ്ങൾ ചില ആളുകൾ, ഞാൻ ഇതെല്ലാം കേട്ടു, എല്ലാം ഓക്കെയാണ്, അവസാനം പറയും ഞാൻ മക്കളോടൊന്ന് ചോദിക്കട്ടെ. മക്കളുടെ അടിമയാണ് ഇപ്പൊ എല്ലാ അച്ഛനമ്മമാരും, മനസ്സിലായ? ഞാനങ്ങനൊന്നും അല്ല കേട്ടാ. അപ്പോ മക്കളോട് ചോദിക്കട്ടെ എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ കാണാറില്ലേ? കച്ചവടം നടക്കൂല. മക്കള് MBBS പഠിക്കണയാണ്, അല്ലെങ്കിൽ മോള് ഡോക്ടറാണ്, മോൻ എഞ്ചിനീയറാണ്, ഞാൻ അവരോട് ചോദിച്ചിട്ട് പറയാം അല്ലെ? അല്ലെങ്കിൽ ഭാര്യയോട് ചോദിക്കട്ടെ, അത് വേറെ കഥയാണ്. അപ്പൊ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു ദിവസം 1 രൂപ മുടക്കാൻ നിങ്ങളിന്ന് മക്കളോടും ഭാര്യയോടും ചോദിക്കുന്നതിനാ? നിങ്ങളുടെ ആരോഗ്യത്തിന് 1 രൂപ മുടക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ലേ? ഈ ഒറ്റ പോയിന്റ് അങ്ങോട്ട് ചോദിക്കണം, മനസ്സിലായ? ഇവിടെ നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവനാണോ ഇതിന് ചെലവാക്കേണ്ടത്? 1 രൂപ നിങ്ങളുടെ ആരോഗ്യത്തിന് 1 രൂപ മുടക്കാൻ നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ചോദിക്കണമെന്ന് ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല, ചോദിച്ചിട്ട് നാളെ പറഞ്ഞാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ നമുക്കത്. എന്നാലും പരമാവധി നമ്മൾ ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യാൻ വേണ്ടി നോക്കണം എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഇതെല്ലാം പറഞ്ഞ് ഓക്കെ ആയി, ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാൻ വേണ്ടി പാടില്ല. അതോടൊപ്പം പോകുമ്പോൾ നല്ല ഡ്രസ്സായിരിക്കണം. നല്ല ഡ്രസ്സ് പറഞ്ഞാൽ വലിയ 2000 രൂപയുടെ ബ്രാൻഡിന്റെ ഷർട്ടും പാൻറ്റും ഒന്നും വേണ്ട. നമ്മൾ ഉപയോഗിക്കുന്ന 100 150 രൂപയുടെ ഷർട്ടായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അലക്കി തേച്ച് വൃത്തിയായിട്ട് പോകണം. വേർത്ത് വെള്ളം ഒലിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഈ വേർപ്പിന്റെ ഗന്ധം അദ്ദേഹത്തിന് വരരുത് കേട്ടാ. അതുകൊണ്ട് നല്ല ഡ്രസ്സിൽ പോവുക. ചെറിയൊരു സ്പ്രേ ഒക്കെ കയ്യിൽ വെക്കുക, ചെറുതായിട്ടൊന്ന് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അകത്തേക്ക് കയറിയിരിക്കുക. ഭയങ്കര രൂക്ഷമായ സ്പ്രേ അടിക്കരുത്, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, തലവേദന വരും ചില ആളുകൾക്ക്. അതുകൊണ്ട് നല്ലൊരു ഡ്രസ്സിങ്ങിൽ ഒരു വെൽ ഡ്രസ്സിലായിരിക്കണം എപ്പോഴും നമ്മൾ പോകേണ്ടത്, മനസ്സിലായില്ലേ? 10 ലക്ഷം കിട്ടി എന്നൊക്കെ പറഞ്ഞവൻ ചെരുപ്പ് പൊട്ടിയ ചെരുപ്പൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ട് കയറി കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഇതൊക്കെ വെറുതെ പറയുന്നത്, അയാൾക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കും.
മനസ്സിലായില്ലേ? അതുകൊണ്ട് പരമാവധി നല്ല വെൽ ഡ്രസ്സ്, അലക്കി തേച്ച ഡ്രസ്സ് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പൊട്ടിയ ബെൽറ്റ് ഇടരുത്. മനസ്സിലായ? ആ ബെൽറ്റൊക്കെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന ബെൽറ്റൊക്കെ ആണെങ്കിൽ അവരെ ശ്രദ്ധിക്കും. എപ്പോഴെപ്പോഴും നമ്മളെ ഡ്രസ്സിലും കൂടി നമ്മൾ അമിത പ്രാധാന്യം വേണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി ഡ്രസ്സില്ല എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് മേടിക്കാൻ ആരും പോകണ്ട, ഉള്ള ഡ്രസ്സ് മതി, അലക്കി തേച്ച് വൃത്തിയായിട്ട് പോകുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം. ഇനി സാരി മേടിക്കാൻ അജിത മേഡം വേഗം പോകണ്ട, പെരിന്തൽമണ്ണക്കൊന്നും. ഉള്ള സാരിയൊക്കെ മതി, ഉള്ള ചുരിദാറും മതി കേട്ടാ. അപ്പോൾ നല്ല വെൽ ഡ്രസ്സായിട്ട് പോവുക, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏകദേശം ഓക്കെ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൂഡും സംസാരവും ഒക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഡെമോ കാണിക്കാൻ ഒരു കാരണവശാലും മറക്കരുത് എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത, അല്ലെ? ഈ ഡെമോയിലൂടെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഓൺലി ഈ ബയോട്ടോറിയത്തിന്റെ ബിസിനസ്. വെറും ഡെമോയിലൂടെ നിങ്ങൾ ഈ 10-20 മിനിറ്റ് സംസാരിക്കുന്നതിന് പകരം 5 മിനിറ്റ് ഡെമോയിലൂടെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഉണ്ടെങ്കിൽ അത് ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് ആണ്, ഒരു സംശയവും വേണ്ട. അതാണ് ബയോട്ടോറിയത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സെയിൽസ് ക്ലോസിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത, വേറൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും ഇത് അവകാശപ്പെടാനില്ല. ഉണ്ടോ? ഇല്ല. ഡെമോ കൃത്യമായിട്ട് കാണിച്ചു പഠിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. സിമ്പിൾ ഡെമോ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെമോ. കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക. ഡെമോ കാണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്, നമ്മുടെ കയ്യിലുള്ള റിസ്റ്റ് ബാൻഡ് അഴിച്ചു വെക്കണം. പലരും ഡെമോ വീഡിയോ ഞാൻ കണ്ടിട്ട് നമ്മളെ റിസ്റ്റ് ബാൻഡും കെട്ടിയിട്ടാണ് ഡെമോ കൊടുക്കുന്നത്. അത് ഫെയിലർ ആവും. കാരണം നമ്മുടെ റിസ്റ്റ് ബാൻഡ് കെട്ടി ഡെമോ കൊടുക്കുമ്പോൾ നമ്മളെ ഈ മാഗ്നറ്റിക് എനർജി അവരുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യും, നമ്മളെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ. പിന്നെ നമ്മളിങ്ങനെയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ അവർ ഇങ്ങോട്ട് ബലം കൊടുക്കും, അപ്പൊ ഫെയിലായി പോകും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ റിസ്റ്റ് ബാൻഡ് അഴിച്ചു വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, നമ്മളെ ബോഡിയെ സ്വയം ഡിസ്ചാർജ് ചെയ്യണം. ഡിസ്ചാർജ് ചെയ്യാൻ എന്ത് വേണം? നമ്മളൊരു മൊബൈൽ എടുത്ത് കൈ പിടിച്ചാൽ മതി. മിസ് കോൾ അടിച്ച് സമയം കളയണമെന്നൊന്നുമില്ല. നമ്മൾ തന്നെ ഇത് അഴിച്ചു വെച്ചതിന് ശേഷം നമ്മളെ മൊബൈൽ എടുത്ത് കയ്യിൽ വെച്ചാൽ മതി. സ്വയം ഡിസ്ചാർജ് ചെയ്യാം. അതിനുശേഷം വേണം ഡെമോ കാണിക്കാൻ. ഡെമോ ഏറ്റവും സിമ്പിൾ, പുരുഷന്മാരെയും സ്ത്രീകളെയും കാണിക്കാൻ പറ്റുന്ന ഡെമോ ആണ്. കൈ ഇങ്ങനെ പിടിച്ചിട്ട് കാണിക്കാതെ ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി. ഓക്കെ. ഇപ്പോൾ ഡെമോ കുറിച്ചൊന്നും ഇപ്പം പറയില്ല, ഇപ്പൊ തന്നെ 7:15 ആയിപ്പോയി, സോറി. അപ്പോൾ ഡെമോ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്താൽ അവിടെ സെയിൽസ് ക്ലോസിങ് നടക്കും എന്നുള്ളതാണ്. അറിയില്ലെങ്കിൽ ഡെമോ കാണിക്കാൻ നിൽക്കരുത്, ആ കച്ചവടം പൊട്ടിയും ചെയ്യും. മനസ്സിലായ? കച്ചവടം കിട്ടൂല. ഡെമോ ഫെയിലായാൽ കച്ചവടം ഫെയിലായി. ഇത് പറഞ്ഞതെല്ലാം പോവും. ഇതെല്ലാം പറഞ്ഞ് ഡെമോവും കണ്ട് ഓക്കെ ആയി. പ്രൊഡക്റ്റൊക്കെ അവർ ചില ആളുകൾ പ്രൊഡക്റ്റൊക്കെ ഒന്ന് തൊട്ട് നോക്കി, ഇങ്ങോട്ട് കൊണ്ടു നോക്കട്ടെ എന്നൊക്കെ പറയില്ലേ ചില കസ്റ്റമർ, അങ്ങനെയുണ്ട്. അവർക്ക് തൊട്ട് നോക്കി അല്ലേ, ഒന്ന് രുചിച്ച് നോക്കി, ഒന്ന് മണത്തൊക്കെ നോക്കും. ചില ആൾക്കാർ അങ്ങനെയുണ്ടാ, ഇത് കൊള്ളാം കേട്ടാ, നല്ല സ്മൂത്താണ്, നിങ്ങൾ വിരിച്ച് കിടന്നു നോക്കി, ഇതിന്റെ മുകളിൽ കിടന്നാൽ നല്ല സ്മൂത്ത് ആണല്ലേ, നമ്മളെ മാട്രസ് പാഡൊക്കെ നന്നായിട്ട് ഉറക്കം വരും എന്നൊക്കെ പറയുമ്പോൾ ഇത് കൊള്ളാട്ടാ എന്നൊക്കെ അവർക്ക് തോന്നും. അപ്പൊ പ്രൊഡക്റ്റ് ടച്ച് ചെയ്യാനൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കണം. ഒരു കാരണവശാലും അപ്പം തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കരുത്, ഡിമാൻഡ് കൂട്ടണം. ഇത് സാമ്പിൾ പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾ നാളെ പോയാലും വേണ്ടിയില്ലെന്ന്. നിങ്ങളൊരു കച്ചവടക്കാരനെ പോലെ ആകരുത്, ഉൽപ്പന്നം വീട്ടിൽ വിൽക്കാൻ വരുന്ന പോലെ ആവരുത്. ഇത് സാമ്പിൾ ആണ്, ഇത് എല്ലാവർക്കും കാണിക്കാനുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതിപ്പോ കിട്ടില്ല, നിങ്ങൾ ബുക്ക് ചെയ്യൂ, പേയ്മെന്റ് അടക്കും എന്ന് പറയാം. അപ്പോൾ അടുത്തത് ക്ലോസിംഗിലേക്ക് വരികയാണ്. ക്യാഷ് ഓൺ ദ സ്പോട്ടിൽ മേടിക്കണം. കഥ പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. അവിടെയാണ് സെയിൽസ് ക്ലോസിംഗിന്റെ അടുത്ത ഏറ്റവും പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 19,300 എടുത്തു, അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം പ്രീമിയം ക്വാളിറ്റിയാണ്, ഇല്ലേ? പ്രായം കൂടുമ്പോൾ പല രോഗങ്ങൾ വരാം, അതിനെല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണിത്. 19,300 ഫാമിലി പാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമാണത്. ഒരു ദിവസം 1 രൂപ 30 പൈസയെ വരുള്ളൂ ഒരാൾക്ക് എന്ന് പറയുമ്പോൾ, ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കും, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കും. മനസ്സിലായ? അപ്പോ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ കാശിന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നാ പിന്നെ 9,800 എടുത്തോ, 9,300, 10,700 അങ്ങനെ പറയരുത്. ഇവര് നോക്കുമ്പോൾ തന്നെ നമ്മൾ ആകെ തളർന്ന് വിയർക്കുക. നമ്മള് 19,300 തന്നെ പരമാവധി പിടിപ്പിക്കാൻ നോക്കണം. മനസ്സിലായ? അതിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ സിംഗിൾ എടുത്താൽ ഇത്ര നഷ്ടം വരും, രണ്ടാമത്തെ പ്രാവശ്യം എടുക്കണ്ടേ. അതുകൊണ്ട് ഫാമിലി പാക്കാണ് ഏറ്റവും ബെസ്റ്റ്. കുട്ടികൾക്ക് ഉപയോഗിക്കാം, 4 റിസ്റ്റ് ബാൻഡ് ഉണ്ടാവും, കുട്ടികൾക്ക് റിസ്റ്റ് ബാൻഡ് കൊടുക്കൂ എന്നൊക്കെ പറയാം. അപ്പൊ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ എന്താ, ക്യാഷ് ആണോ ചെക്കാണോ എന്ന് ചോദിക്കാം. കാശ് ആണെങ്കിൽ ഇങ്ങ് തന്നെ ഒരു കുഴപ്പമില്ല, നിങ്ങൾ പരിചയക്കാരാണല്ലോ വാങ്ങിക്കുന്നത്, അല്ലെ? ക്യാഷ് എടുത്തോളം പറയും. മനസ്സിലായ? അപ്പം ക്യാഷ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ദിവസം പോയിരുന്നു, അയാളുടെ ക്യാഷ് ഒന്നും ഉണ്ടാവില്ല കേട്ടാന്ന് എന്നോട് പറഞ്ഞു. പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനവിടെ ഇരുന്ന് എല്ലാം കറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ക്യാഷ് ആണോ ചേട്ടാ ചെക്കാണോ ചേട്ടാന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഗൂഗിൾ പേ ആണോ ചോദിച്ചാൽ. ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി, എൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്ത്. ഗൂഗിൾ പേ ഒന്നും എൻ്റെ അത് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ വർക്കാവുന്നില്ല, ക്യാഷ് തന്നെ, ക്യാഷ് ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇയാൾ അകത്തേക്ക് പോയി. നേരം കൊണ്ടുപോയാൽ എന്നെ ഇങ്ങനെ തോണ്ടുക. ചില ആളുണ്ട് അങ്ങനെ, ആളകത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോയവൻ ഇങ്ങനെ നമ്മളിങ്ങനെ തോണ്ടുക. മനസ്സിലായില്ലേ? ഒന്ന് ചിരിക്കുക. ഇതൊന്നും പാടില്ല കേട്ടാ. ചിലപ്പോൾ അയാൾ തിരിച്ചു വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ തോണ്ടും ചിരിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി ഇയാളെ കളിയാക്കുന്നതാണെന്ന്. കാശിന് എടുത്ത കാശ് അവിടെ കൊണ്ടുപോകും.
വളരെ ശാന്തമായിട്ടും മാന്യമായിട്ട് ഇരിക്കണം എൻ്റെ പൊന്നു സുഹൃത്ത്. ഇത് കച്ചവടം പോകുന്ന വഴികളാണ് ഞാൻ ഈ പറയുന്നത്. ചില ആളുകൾ ഇങ്ങനെ കണ്ണുകൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കും. ഇപ്പൊ ഒരു കച്ചവടം കിട്ടിയല്ലോ അല്ലേ, അടിപൊളി, ആവേശമാണ്, ആവേശം. ഇങ്ങനൊന്നും കാണിക്കരുത്. അദ്ദേഹം ക്യാഷ് എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ തോണ്ടി വലിക്കുക, ഇങ്ങനെ ചിരിക്കും എന്നൊക്കെ ആക്കുക, ആക്ഷൻ കാണിക്കുക. അത് അദ്ദേഹം കണ്ട പരിപാടി തീർന്നു. അല്ലെങ്കിൽ ഭാര്യ കണ്ടാലും മതി. അപ്പൊ നമ്മളെന്തോ പറ്റിച്ചു എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് വളരെ ഡീസന്റ് ആയിരിക്കണം നമ്മൾ ഓരോ ചലനവും പെരുമാറ്റവും. അപ്പൊ അദ്ദേഹം ക്യാഷ് എടുത്തുകൊണ്ട് തന്നു എന്നുള്ളതാണ്. ക്യാഷ് ഇല്ലാതെ എന്നെ കൊണ്ടുപോയാൽ പറഞ്ഞു, ഞാൻ അടുത്ത് പൈസയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. 500-ന്റെ നോട്ടുകെട്ടുകൾ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ഞാൻ എണ്ണി എടുത്തു അതിനകത്തുനിന്ന്, മനസ്സിലായ? അതുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. പൈസ വാങ്ങിയെടുക്കണം. അവിടെയാണ് സെയിൽസിന്റെ. കാശ് ആര് ചോദിക്കണം എന്നുള്ളതാണ് അടുത്തത്. അവിടെയാണ് യുദ്ധം തുടങ്ങുക. ഈ കൊണ്ടുപോയി അപ്ലൈൻ ചോദിക്കണോ, അല്ല കസ്റ്റമർ നമ്മളെ കൊണ്ടുപോയ അസോസിയേറ്റ് ചോദിക്കണം. നീ ചോദിക്കും, നീ സാറ് ചോദിക്കും, സാറ് ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കും, മനസ്സിലായി? ഞാൻ പോയടുത്ത് ഞാൻ തന്നെ ചോദിക്കാറുണ്ട്. ഇനി അവര് ചോദിച്ചാലേ കിട്ടുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്, സാറേ ഇതാണ് നിന്റെ കണ്ടീഷൻ, മനസ്സിലായി? എന്റെ പോളിസിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ എങ്ങനെ വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതെല്ലാം ഇതിന്റെ പാക്കേജ് ഇന്നതാണ്. പാക്കേജ് എല്ലാം പറഞ്ഞു കൊടുത്ത് ഞാൻ പറയും നിങ്ങൾക്ക് ഏറ്റവും നല്ല പാക്കേജ് ഇന്നതാണ്, 19,300 ഇല്ലെങ്കിൽ 16,000. അപ്പൊ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താൽ നമുക്ക് അടുത്ത ദിവസം തന്നെ പ്രൊഡക്റ്റ് എത്തിക്കാം. ഒരു ദിവസം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ക്യാഷ് എടുത്തോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് തന്നെ എന്ന് ഞാൻ പറയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എൻ്റെ ക്ലോസിംഗ് മെത്തേഡ്. ഞാൻ തന്നെ പറയും. അപ്പൊ അവരും പറയും ഞാനും എടുത്തു, മറ്റേവനും എടുക്കുന്നുണ്ട്, അങ്ങനെ എടുക്കുന്നുണ്ട്, ഞാൻ എടുത്തു, നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇപ്പൊ തന്നെ കാശ് കൊടുത്തേ സാറേ, അല്ല മാമ അല്ലെങ്കിൽ സുഹൃത്താണെങ്കിൽ ഇല്ലേ, കാശ് ഇപ്പൊ തന്നെ കൊടുത്തേന്ന് അവരും ഒന്ന് എന്ത് ചെയ്യും, അവരും അതിനെ ഒന്ന് നമ്മുടെ കൂടെ നിന്ന് സംസാരിക്കും, അല്ലേ? അപ്പം കച്ചവടം നടന്നു, ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് കിട്ടും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? കാശ് ചോദിക്കാൻ മടിക്കരുത്. കാശും തന്നു എല്ലാം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് കഥ പറയാൻ നിൽക്കരുത്. കഥ പറയാൻ നിൽക്കരുത്. കാശെല്ലാം തന്നു കഴിയുമ്പോൾ ടി വിയിൽ വാർത്ത, പിണറായി വിജയൻ അങ്ങനെയാണ്, മറ്റാണ്, മറിച്ചാണ്, മറ്റേ ഇത്. അപ്പൊ പിണറായി വിജയൻ ആള് കള്ളനാണ്, കോഴിയാണ്, മറ്റാണ്, മറിച്ചാണ്. നിങ്ങൾ അവിടെ പറഞ്ഞാൽ തീർന്ന്. ചിലപ്പോൾ അദ്ദേഹം അജിത മേഡത്തിനെ പോലെ രക്തം തിളക്കുന്ന സഖാവായിരിക്കും, അല്ലേ? അപ്പോ അത് ഇഷ്ടപ്പെടുവോ? ഇല്ല. അല്ലെങ്കിൽ മോദിനെ കുറിച്ചാ പറയണം, മോദി ആള് കള്ളനാണ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അയാൾ ചിലപ്പോൾ വലിയ BJPയുടെ ആളായിരിക്കും. ക്യാഷും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ സന്തോഷത്തെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരു ഫോട്ടോ വേണമെങ്കിൽ എടുത്തോ, കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, മനസ്സിലായ? നിങ്ങളുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ അവർക്ക് കൊടുക്കുന്നതായിട്ട് കാണിക്കുക. ഒരു സാമ്പിൾ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഷെയ്ക്ക് ഹാൻഡ് പറഞ്ഞ് ഉടനെ അവിടെ നിന്ന് പിരിയണം. അല്ല ചില ആൾ സ്നേഹമുള്ളവർ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ തരും, വേണമെങ്കിൽ കുടിച്ചോ, നിർബന്ധമാണെങ്കിൽ, മനസ്സിലായ? അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ നിസ്കരിക്കണം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. വെള്ളം വേണ്ട, അത് വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറയരുത്. നമ്മൾ സ്നേഹത്തോടെ അവർ തരുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കണം, കുടിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അത് കുടിച്ചിട്ട് നമ്മൾ വേറെ ആവശ്യമില്ലാതെ സംസാരത്തിൽ ഏർപ്പെടാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. ഒന്നും സംസാരിക്കരുത് നമ്മൾ. ക്ലിയർ ആയില്ലേ? അതും കഴിഞ്ഞ് വേഗം പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. പുറത്തേക്ക് ഇറങ്ങി വന്ന് നമ്മൾ അടുത്ത ദിവസം തന്നെ ഐഡിയുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്പം തന്നെ മേടിക്കണം കേട്ടോ. ആധാറും പാൻ കാർഡൊക്കെ ഇങ്ങോട്ട് അയച്ചോ എന്നൊന്നും പറയണ്ട. അവിടെ തന്നെ ചിലപ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ആധാർ, പാന്, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ നമ്മൾ നമ്മുടെ മൊബൈലിലേക്ക്, വാട്സപ്പിലേക്ക് അത് എടുക്കുക, അല്ലെ ഫോട്ടോ എടുത്ത് വെക്കുക. കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കണം. അതെടുത്ത് എല്ലാം റെഡിയാക്കി നമ്മൾ അവിടെ നിന്ന് പിരിയാം. ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് സെയിൽസ് എളുപ്പത്തിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവരുടെ സംശയങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഈ രീതിയിൽ മുന്നോട്ട് പോകണം. ആളുകളെ കണ്ട് ഫീൽഡിൽ ഇറങ്ങണം. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. 100 പേരെ കണ്ടാൽ 20 പേരെ കിട്ടുള്ളൂ, 10 പേരെ കണ്ടാൽ 2 പേരെ കിട്ടുള്ളൂ, 5 ആളെ കണ്ടാൽ ഒരാളെയും കിട്ടൂല. അതാണ് അതിന്റെ ഫോർമുല, മനസ്സിലായ? ഞാൻ 4-5 ആളെ കണ്ടു സാറേ, ഒരാളും വന്നിട്ടില്ല, ഒരാളെയും കിട്ടൂല. നിങ്ങൾ മിനിമം 10 പേരെങ്കിലും കണ്ടാലാണ് 2 പേർക്ക് സാധ്യതയുള്ളൂ. ക്ലിയർ ആയ? അതാണ് അതിന്റെ തിയറി പറയുന്നത്. അതുകൊണ്ട് അത് കാണാനുള്ള ഒരു ക്ഷമയും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് ക്ഷമയുള്ളവർക്കും, അല്ലെ, അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടും ആത്മാർത്ഥത്തോടും കൂടിയിട്ട് സ്ഥിരോത്സാഹത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് വിജയം വരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്നേഹത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം, ക്ഷമയുണ്ടാകണം. കസ്റ്റമറോട് ചൂടാകാതെ അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ചിരിച്ചുകൊണ്ട് മറുപടി നിങ്ങൾക്ക് നൽകാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ആരെ വേണമെങ്കിലും നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പൊ റെഗുലർ ആയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ഇതെല്ലാം നമുക്ക് നേടാൻ പറ്റും. എല്ലാവർക്കും ഒരേപോലെ എളുപ്പത്തിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റില്ല. കുറച്ച് സാവധാനം വേണം. എല്ലാവർക്കും ഒറ്റയടിക്ക് ഇതെല്ലാം എന്താ പറയുക സ്വാംശീകരിച്ച് ഇതേപോലെ ചെയ്യാനും പറ്റില്ല. ഇത് നമ്മൾ ബൈ പ്രാക്ടീസ് ആണ്. ബൈ പ്രാക്ടീസ് അല്ലെ? പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്, അല്ലെ?
പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടി സാധിക്കുള്ളൂ. പ്രാക്ടീസ് ഇല്ലാത്ത ആൾക്ക് ഒരാൾക്കും ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ഇത് ഫീൽഡിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ആളുകൾ നിരാകരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകല്. ഒരാൾ നിരാകരിച്ചാലും നമുക്കത് സന്തോഷത്തോടെ അതിനെ ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതെനിക്ക് ആവശ്യമില്ല, വേണ്ട എന്ന് പറയുന്ന റിജക്റ്റ് ചെയ്യുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ പോലും വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ചിരിച്ച മുഖത്തോടു കൂടിയായിരിക്കണം ഇറങ്ങേണ്ടത്. അല്ലാണ്ട് ദേഷ്യമുള്ള മുഖഭാവത്തോടു കൂടിയിട്ട് മനസ്സിലായ എന്റെ സമയം കളഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയ ആളെ ചീത്ത പറയും, നീ ഇവന്റെ അടുത്തേക്കാണ് എന്റെ കൊണ്ടുവന്നത്, മനസ്സിലായ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അസോസിയേറ്റ്സിനെ ഇതൊരു പറഞ്ഞ അസോസിയേറ്റ്സ് നെഗറ്റീവായി, ഇയാളും നെഗറ്റീവായി, മൊത്തം നെഗറ്റീവ് ആവുന്ന ചെക്കാക്കുന്ന ചില ലീഡേഴ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? നീ ഇന്നേം കൊണ്ട് 3 സ്ഥലത്ത് പോയി 3 ആളുകൾ എടുത്തിട്ടില്ല, എന്റെ സമയം വെറുതെ കളഞ്ഞു, ഞാൻ ഇന്ന് മറ്റേ ആളുടെ കൂടെ പോയിരുന്നു, എനിക്ക് ഇന്ന് 2 സെയിൽസ് കിട്ടിയേനെ, എനിക്ക് ഇന്ന് ഫാമിലി ബോണസ് കിട്ടിയേനെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അവിടെയല്ല സെയിൽസ്, മനസ്സിലായ? നമ്മൾ അവിടെയല്ല വിജയം എന്ന് പറയുന്നത്. വേണ്ട എന്ന് പറയുന്ന ആളെ വാങ്ങിപ്പിക്കുന്നിടത്താണ് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പാലം വെച്ച് കൊണ്ടുപോകണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ചില ആൾ ഉടക്കിയിട്ടൊക്കെ ഇങ്ങോട്ട് വരും, ഇത് നിങ്ങൾ പറയുന്ന സയൻസ് ഒന്നുമല്ല, ഇത് മറ്റതാണ്, മറിച്ചാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉടക്കാതെ ചിരിച്ചുകൊണ്ട് ചേട്ടൻ ഒന്നും കൂടെ പഠിക്കുക, ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് വരാൻ വേണ്ടി സാധിക്കണം. പാലം മുറിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, മനസ്സിലായ? പിന്നെ ഫോളോ അപ്പ് ചെയ്യണം, മനസ്സിലായ? ഇത് ഒരൊറ്റടിക്ക് തന്നെ എല്ലാവരും വരണമെന്നില്ല. ഫോളോ അപ്പ് ആണ് നമ്മുടെ സെയിൽസിന്റെ തോത് കൂട്ടുന്നത്. പലരും ഫോളോ അപ്പിൽ പരാജയപ്പെടുന്നു. ഇതെല്ലാം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവില്ല, മനസ്സിലായില്ലേ? ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ബൈ ഫോണിലൂടെ ഫോളോ അപ്പ് ചെയ്താൽ നടക്കില്ല. പിറ്റേ ദിവസം രാവിലെ കോളിംഗ് ബെല്ലടിക്കുന്നത് നിങ്ങളായിരിക്കണം ആ വീട്ടില്, മനസ്സിലായ? അതാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. പിറ്റേ ദിവസം നിങ്ങൾ കോളിംഗ് ബെല്ലടിക്കുന്നത് നിങ്ങളായിരിക്കണം. എന്തായി തീരുമാനം? പൈസ കിട്ടാത്തവരാണ്, എന്തായി തീരുമാനം അല്ലേ? കാശെടുത്തോ, ഇതാ സാധനം നാളെ തന്നെ വരുന്നുണ്ട്, നാളെ കൊണ്ടുവരാം. അങ്ങനെ ഫോളോ അപ്പിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് അവരെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ പോലും എടുക്കാൻ വേണ്ടി തുടങ്ങും, ഇല്ലേ? ഇപ്പൊ അജിത മേഡത്തിനൊക്കെ ആദ്യം ഞങ്ങൾ പോയി ആർക്കും വേണ്ടായിരുന്നു, അവിടെ ഇപ്പൊ കുറെ ആൾക്ക് റിസൾട്ട് കിട്ടി, ഇല്ലേ? ഇനി ഇതാ ഈ റംസാനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, നോമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ, പെരുന്നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പയട്ടോറിയത്തിന്റെ പെരുന്നാൾ അവിടെ നടക്കാൻ വേണ്ടി പോവാണ്, മനസ്സിലായ? അതുകൊണ്ട് ബൈ പ്രാക്ടീസ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഒരു ബൈ പ്രാക്ടീസിലൂടെ വിജയിച്ച ഒരു കുട്ടിയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോവാണ്. 21 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക്. 21 വയസ്സ് കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച ഒരു കുട്ടി. നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലുള്ള ഒരു കുട്ടിയുടെ വീഡിയോ ആദ്യം കണ്ടോ? ആകേഷ് സാർ ഇല്ലേ? ആ വീഡിയോ കണ്ടു നോക്കുക. അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാം, മനസ്സിലായ? നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വീഡിയോ പ്ലീസ്. One minute. ഓക്കെ. എല്ലാവരും കണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളിയാണ് ക്രിക്കറ്റ്, ഇല്ലേ? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഒന്നും മനസ്സിലായില്ല അല്ലെ? 3 ക്യാച്ച് എടുത്തു എന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മുടെ മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലുള്ള 21 വയസ്സുള്ള ഒരു കുട്ടിയാണ് വിഘ്നേഷ് പുത്തൂർ എന്നാണ് വിളിക്കുന്നത്. വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്നത് കേട്ടായിരുന്ന? 21 വയസ്സേ ഉള്ളൂ. നമുക്ക് അഭിമാനിക്കാം, മനസ്സിലായ? മുംബൈ ഇന്ത്യൻസ് ഇപ്പൊ IPL നടന്നുകൊണ്ടിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിലേക്ക് ആ കുട്ടിയെ സെലക്ട് ചെയ്തു. എത്ര കിട്ടിയെന്നറിയോ? ലേലം വിളിയാണല്ലോ അവിടെ അല്ലെ? സ്റ്റാർട്ടിംഗ് ആണല്ലോ 30 ലക്ഷം രൂപ. ഇപ്രാവശ്യം കളിക്കാൻ 30 ലക്ഷം രൂപ കിട്ടി. അടുത്ത പ്രാവശ്യം കോടികളാണ് ആ കുട്ടിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ആലോചിച്ച് നോക്കണം. കൂടുതൽ കളികളൊന്നും ആ കുട്ടി പങ്കെടുത്തില്ല. ഏതോ കേരള ലീഗിന്റെ എന്തോ ചെറിയ 1-2 കളികളിൽ മാത്രമേ ആ കുട്ടി പങ്കെടുത്തിട്ടുള്ളൂ. ബൈ പ്രാക്ടീസ് ആണ്. ബൈ പ്രാക്ടീസ്. നമ്മളെല്ലാം കിടന്നുറങ്ങുന്ന സമയത്ത് 4 മണി 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഇല്ലേ ആ ഗ്രൗണ്ട് പോയിട്ട് പ്രാക്ടീസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ആ കുട്ടിയെ സെലക്ട് ചെയ്ത്. നമ്മൾ പോലും അറിഞ്ഞില്ല, കേരളീയർ പോലും അറിഞ്ഞില്ല. അറിഞ്ഞോ? നിങ്ങളൊക്കെ ആരും അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ പോയി കളിച്ച കാര്യം? മുംബൈ ഇന്ത്യൻസിൽ 3 വിക്കറ്റ് ഇല്ലേ? വിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് അല്ലെ? ആ ടീമിനെ തകർത്ത് വാരിയുന്ന സംഭവമാണ് വിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലേ? അടിച്ചു പൊളിച്ച് 20-20 ആണ് ഇതെങ്കിൽ 20-20 3-4 വിക്കറ്റ് എടുത്താൽ പടപടയെന്ന് പറഞ്ഞ മാച്ച് തീരും. 3 വിക്കറ്റ് എടുത്ത 21 വയസ്സുള്ള ചെറുപ്പക്കാരനായ നമ്മുടെ മലയാളിയുടെ അഭിമാനം ആലോചിച്ച് നോക്കണം. ബൈ പ്രാക്ടീസ്. നമ്മളെല്ലാം ഉറങ്ങുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്താണ് അതിന്റെ റിസൾട്ട്, ഇല്ലേ? നമുക്ക് ബിഗ് കൺഗ്രാറ്റുലേഷൻ കൊടുക്കാം. സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരു ഓട്ടോറിക്ഷക്കാരന്റെ മകനാണത്. സുനിൽ കുമാർ എന്നാണ് ആ കുട്ടിയുടെ അച്ഛന്റെ പേര്. ഒരു ഓട്ടോറിക്ഷക്കാരന്റെ മകന്റെ ഡ്രീം, ആ ഡ്രീം നേടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം,
മനസ്സിലായി? അതുപോലത്തെ ഡ്രീം നിങ്ങൾക്ക് ഉണ്ടാകണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഡ്രീം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടാൻ വേണ്ടി സാധിക്കും. കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായില്ലേ ഇല്ലേ? അതുകൊണ്ട് ഉറക്കം കെടുത്തുന്ന ഡ്രീം സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നേടാൻ പറ്റുന്ന വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, അതിലെ നമ്പർ 1 കമ്പനിയായ ബൈറ്റോറിയത്തിന്റെ ഭാഗമാണ് നിങ്ങൾ എന്നറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രൊജക്ടിനെയും ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണെങ്കിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും, വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മുടെ തലമുറയെ മാറ്റാൻ വേണ്ടി സാധിക്കും. നമുക്ക് മാത്രമല്ല, ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ കാലശേഷം ഇവിടെ നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് വലിയൊരു ഫ്രീഡത്തിലേക്ക്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മുടെ തലമുറയെ മാറ്റാൻ വേണ്ടി സാധിക്കുന്ന, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വിരുന്നുകാരാണ് നമ്മളെല്ലാവരും. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ എത്രയോ തലമുറകൾ നമ്മളെ ഓർമ്മിപ്പിക്കപ്പെടുന്നതിൽ ചരിത്രം എഴുതാൻ വേണ്ടി സാധിക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ തിരിച്ചറിയുക. ചരിത്രം നമ്മൾ പിന്നിലേക്ക് പരിശോധിച്ച് നോക്കി അറിയാം. ലോകത്തിലെ ഏറ്റവും നമ്പർ 1 മിന്നൽ പിണർ പോലെ ഓട്ടക്കാരനായിരുന്ന ഉസൈൻ ബോൾട്ടിനെ കുറിച്ച് നമുക്കറിയാം ഇല്ലേ? ഉസൈൻ ബോൾട്ട് 100 മീറ്റർ ഓടിയത് 9.58 സെക്കൻഡ് കൊണ്ടാണ്. അത് ആദ്യം 9.72 സെക്കൻഡ് ആണെന്ന് എന്റെ ഓർമ്മ. അടുത്തൊരു ഇതിൽ പിന്നെയും കുറച്ചു. അടുത്ത ലാസ്റ്റ് വന്നത് 9.58 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടി. മിന്നൽ പിണർ വേഗത്തിലാണ് ഓടിയത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇല്ലേ? വെറും 100 മീറ്റർ ഓടാൻ 41 സ്റ്റെപ്പുകളാണ് വെച്ചത്. 1, 2, 3 41 സ്റ്റെപ്പുകൾ വെച്ചപ്പോഴേക്കും 100 മീറ്റർ കടന്നിരിക്കുന്നു. ഉസൈൻ ബോൾട്ട് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒളിമ്പ്യൻ അവാർഡ് കിട്ടിയ അദ്ദേഹം ഇല്ലേ? എങ്ങനെയാ നേടിയത്? അതിന്റെ പിറകിൽ കഷ്ടപ്പാടുകളുണ്ട്, വേദനകളുണ്ട് ഇല്ലേ? തുടർച്ചയായ പ്രവർത്തനമുണ്ട്. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹം എത്രയോ ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കോടികൾ നേടിയ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം, ഇറങ്ങണം, ഉറക്കൊക്കെ കഴിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. വരും തലമുറക്ക് മുതൽക്കൂട്ടാവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഈ സെയിൽസ് ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നരെ സൃഷ്ടിച്ച മേഖല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഏറ്റവും പരിശുദ്ധമായ ജോലി സെയിൽസ് ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, മറ്റുള്ള അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡക്റ്റിനെ, അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനെ ഏറ്റവും അങ്ങേയറ്റം സഹായിക്കുന്ന, വേൾഡ് അംഗീകരിച്ച, ഈ ആയുഷ് മിനിസ്ട്രി അംഗീകരിച്ച, MSME അവാർഡ് കിട്ടിയ ഈ പ്രൊഡക്റ്റ് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നന്മയുണ്ടല്ലോ, അവരുടെ പ്രാർത്ഥനകളുണ്ടല്ലോ, അതിനെ വിലമതിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് ആവേശത്തോടെ ഏറ്റെടുത്തിട്ട് ഇനി വരുന്ന തലമുറകൾ നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ നിയമം അനുസരിച്ച് ഈ ഡയറക്ട് സെല്ലിംഗിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ഇതിന്റെ വക്താക്കളായിട്ട് മുന്നോട്ട് പോകുന്നത് തിരിച്ചറിയുക. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ ഇൻഡസ്ട്രിയെ സ്നേഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് പ്രവർത്തിക്കാനും വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് വേണ്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മുടെ കമ്പനിയുടെ ഭാഗത്തുനിന്നും നമ്മുടെ ടീമിന്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ഒരുക്കി തരുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് ഈ ബൈറ്റോറിയം.